അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അരോമ ടി വി ചാനലിലൂടെ ഇതിനോടകം അനേക പ്രിയപ്പെട്ടവരുടെ ജീവിത അനുഭവങ്ങളും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. അത് അനേക പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീർന്നുകൊണ്ടിരിക്കുന്നു എന്നറിയാൻ കഴിയുന്നത് വളരെ സന്തോഷമുണ്ട്. ഈ ചാനലിലൂടെ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിന്റെയും സമർപ്പണത്തിന്റെയും ശുശ്രൂഷയുടെയും വേറിട്ട അനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രേക്ഷകരോട് ഒപ്പം പങ്കുവയ്ക്കുന്നു. ലോകത്തിന്റെ വിവിധ സാഹചര്യങ്ങൾ, ആരാലും അറിയപ്പെടാതെ കഴിയുന്ന, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരെ പ്രേക്ഷകരുടെ മുൻപാകെ പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് പ്രിയ രാധാകൃഷ്ണൻ ബ്രദറാണ്. തന്റെ ജീവിതാനുഭവങ്ങൾ പ്രേക്ഷകർക്ക് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇതുവരെ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത തികച്ചും വ്യത്യസ്തമായ ഒത്തിരി അനുഭവങ്ങൾ, ഒത്തിരി വ്യത്യസ്തമായ സാക്ഷ്യവുമായിട്ട് കർത്താവിന്റെ ദാസൻ ഇന്ന് നമ്മോടൊപ്പം പങ്കുചേരുന്നു. ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷി പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തി ഈ ശുശ്രൂഷയെ പ്രോത്സാഹിപ്പിക്കാവുന്നതാണ്. കർത്താവിന്റെ ദാസൻ പ്രിയ രാധാകൃഷ്ണൻ അവറുകളെ തികച്ച സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളും. സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആരോമ ടി വിയുമായി അടിയന്റെ ജീവിതത്തിലെ ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദി പറയുവാൻ ആരോമ ടി വിയുമായി ദൈവം ഒരു അവസരം തന്ന് ആദ്യമായിട്ട് എൻ്റെ സകലതുമായ എൻ്റെ സകല സൃഷ്ടികളെയും ഉടയനായ എൻ്റെ ദൈവത്തിന് ആദ്യം ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം ആരോമ ടിവിക്കും അതിലായിരിക്കുന്ന പാസ്റ്റർ, ബേക്കിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഇതിലേക്കൊരു അവസരം സാക്ഷി പറയുവാൻ ഒരിടത്ത് എൻ്റെ ഒരു സാക്ഷ്യം കേട്ടിട്ട് തിരുവനന്തപുരം വിഴിഞ്ഞത്ത് താമസിച്ചു വരുന്ന ബിജു എന്ന് പറയുന്ന ഒരു സഹോദരൻ കേട്ടിട്ട് എന്നോട് പറഞ്ഞു, സഹോദരൻ, ഇങ്ങനെ ഒരു TV പ്രോഗ്രാം ഉണ്ട്, ആരോമ TV ആണ്, അത് ഇങ്ങനെ അവിടേക്ക് നിങ്ങളുടെ നമ്പർ കൊടുക്കട്ടോ, നിങ്ങൾ സാക്ഷ്യം പറയുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ദൈവഹിതമാണെങ്കിൽ വെറും പ്രാർത്ഥിച്ചിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു. അദ്ദേഹം കൊടുത്ത മുഖാന്തരം അനുസരിച്ച് ഈ ആരോമ TV അതിലെ പാസ്റ്ററിനെ വിളിക്കുകയും എന്നോട് അനുവാദം ചോദിക്കുകയും താല്പര്യമുണ്ടോന്ന് ചോദിക്കുകയും അതിന് ഞാൻ സമ്മതം പറയുകയും അതിലേക്ക് ഇന്നേക്ക് ദൈവം എന്നെ നിർത്തിയ കൃപയ്ക്കായി സ്തോത്രം. അതിന് നന്ദി പറയുന്നു. എൻ്റെ സാക്ഷ്യം കേൾക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും, എല്ലാ എൻ്റെ സഹോദരി സഹോദരന്മാർക്കും എല്ലാവർക്കും എൻ്റെ വന്ദനം, സ്നേഹവും അറിയിക്കുന്നു. എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വെളിപ്പാട് പുസ്തകം പറയുന്നു, ഇതിൽ നിന്നൊരു പള്ളിയെങ്കിലും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ അതിൽ എഴുതിയിരിക്കുന്ന ബാധ കുടുംബത്തിൽ വരുമെന്ന് വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുന്നു. അത് ഓർത്ത് ആ വചനം നിലനിർത്തിക്കൊണ്ട് എൻ്റെ സാക്ഷ്യത്തില് ഒന്ന് കൂട്ടുവാനോ ഒന്ന് കുറയ്ക്കുവാനോ എനിക്ക് കഴിയേയില്ല. എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച്, എനിക്ക് ചെയ്ത വലിയ നന്മകളെക്കുറിച്ച്, ഉപഹാരങ്ങളെക്കുറിച്ച് യേശു പറഞ്ഞു, ഉവ്വ എന്നും ഇല്ല എന്നും എൻ്റെ കർത്താവ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. അതേ വാക്കിൽ നിന്നുകൊണ്ട് ഈ ആരോമ ടിവിയിൽ കൂടെ എൻ്റെ സാക്ഷ്യം പറയുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. എൻ്റെ ജീവിതാനുഭവത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. എൻ്റെ പേര് രാധാകൃഷ്ണൻ എന്നാണ്. എൻ്റെ ഭാര്യയുടെ പേര് ചന്ദ്രിക. എൻ്റെ മകൻ വിവാഹിതരായിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ തൊഴുക്കൽ ദേശത്ത്
രാവള എന്ന് പറഞ്ഞ സ്ഥലത്ത് ബദേൽ ഭവൻ എന്ന് പറയുന്ന എൻ്റെ ഭവനത്തിൽ ആയിരുന്നുകൊണ്ട് ഞാനിപ്പോൾ ഒരു സാക്ഷ്യം പറയാം. ഇതാണ് എൻ്റെ സ്വദേശം, എൻ്റെ സ്ഥലം. അങ്ങനെ എൻ്റെ ജീവിതത്തില് ദൈവം നടത്തിയ വിധങ്ങൾ ഓർത്ത് നന്ദി പറയുന്നു. ഇപ്പോൾ എനിക്ക് 58 വയസ്സായി. 2002 അവസാന ഘട്ടത്തിലാണ് ഞാൻ എൻ്റെ കർത്താവിനെ കണ്ടുമുട്ടുന്നത്. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. യേശു പറഞ്ഞു, നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്ന മുമ്പേ ഞാൻ നിന്നെ കണ്ടു, ഞാൻ നിന്നെ അറിഞ്ഞു. ഈ ലോകത്ത് ഇത്ര കോടി ജനങ്ങൾ കിടക്കുമ്പോഴും അതിൽ ഒരുവനായി എന്നെ എൻ്റെ കർത്താവ് കണ്ടതിനായി എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ ജീവിതാനുഭവത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 58 വയസ്സായി. എൻ്റെ ജീവിതം വഴി മാറിയൊരു ജീവിതം ആരംഭിച്ചത് എൻ്റെ വയസ്സ് 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. 3-ാം ക്ലാസ്സിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ ABS എന്ന് പറയുന്ന സ്കൂളുണ്ട്. അതിൽ പഠിച്ചവര് ഒത്തിരി പേര് MLA, മന്ത്രി ഒക്കെ ആയവരുണ്ട്. ആ സ്കൂളിലാണ് ഞാനും പഠിച്ചത്. അന്ന് 5-ാം ക്ലാസ് വരെ ആ സ്കൂളുള്ളൂ, ABS സ്കൂള്. ഇന്നും അതെയാണ്. അതില് ഞാൻ 3-ാം ക്ലാസ് വരെ പഠിച്ചു. 5 വർഷം പഠിച്ചു. അന്ന് ഞാൻ 5 വർഷം 3-ാം ക്ലാസ്സിൽ മൊത്തം 1, 2, 3 വരെ 5 വർഷം ഞാൻ പഠിച്ചു. അന്ന് ക്ലാസ്സിൽ പോകുന്നത് ഒരു നേരത്തെ ആഹാരത്തിന്റെ പ്രതീക്ഷയോടെ പോകുന്നത്. ഒരു നേരത്തെ ആഹാരം കിട്ടുമല്ലോ, ഉപ്പുമാവ് കിട്ടും, അല്ലെങ്കിൽ ചോളാപ്പൊടി കിട്ടും. ഇതൊക്കെ അന്നത്തെ നമ്മൾ സ്കൂളിൽ തരുന്ന ആഹാരം. അവിടുന്ന് കഴിക്കുകയും അവിടുത്തെ ആയമാര് ഉണ്ട്. എനിക്ക് പ്രത്യേകം ഒരു പൊതിയൊക്കെ തരും. എന്ന് പറഞ്ഞാൽ അവർക്ക് സഹായിക്കുന്നുണ്ട്, ഹെൽപ്പറായിട്ട് നിൽക്കുന്നുണ്ട്. സാറന്മാർക്കൊക്കെ എൻ്റെ അടുത്ത് വലിയ കാര്യമാണ്. പഠിക്കുന്നതുകൊണ്ടല്ല, സ്കൂളില് ചെടി നടക്കും, മറ്റുള്ളവരെന്തെങ്കിലും പറഞ്ഞാൽ അനുസരിക്കും. പഠിക്കാൻ പറഞ്ഞാൽ അനുസരിക്കില്ല. അതെനിക്കുള്ള ബുദ്ധിയൊന്നുമില്ല, അറിയത്തില്ല. അങ്ങനെ ഞാൻ 3-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ എൻ്റെ അമ്മ ഒരു കുടുക്ക എന്ന് പറയും, അതിൽ 25 പൈസ ഇട്ടു. 25 പൈസയില് എനിക്കൊരു അനിയത്തിയുണ്ട്. അനിയത്തി 23 പൈസ മോഷ്ടിച്ചുകൊണ്ട് പോയി. ഞാൻ 2 പൈസ മോഷ്ടിച്ചു. അനിയത്തി 23 പൈസ എടുക്കുന്നത് ഏട്ടനായ ഞാൻ അറിയുന്നില്ല. ഞാൻ 2 പൈസ മോഷ്ടിക്കുന്നത് എൻ്റെ അനിയത്തി അറിയുന്നില്ല. അങ്ങനെ സ്കൂളിൽ രണ്ടുപേരും പോയി. എൻ്റെ സഹോദരി സ്കൂൾ വിട്ട് നേരത്തെ വീട്ടിൽ വന്നു. അവള് പെണ്ണല്ലേ, അവള് നേരത്തെ ഇനി വീട്ടിൽ പോകുന്നു. ഞാൻ ഇച്ചിരി താമസിച്ചൊക്കെയാ വരുന്നത്. അന്നൊരു സ്ലേറ്റൊക്കെ അല്ലേ നമുക്ക് എഴുതാനുള്ള. എല്ലാവരും വലിയവരെ മക്കള് നല്ല സ്കൂൾ കേസ് പോലെ അന്നത്തെ ഇരുമ്പ് പെട്ടിയാ കൊണ്ടുവരുന്നത്. അവർ തൂക്കിക്കൊണ്ട് കിടക്കുമ്പോ സ്ലേറ്റ് നമ്മൾ വാങ്ങിച്ചു തരുന്ന ഒരു സൈഡ് പൊട്ടിച്ചിട്ട് ഇവിടെ കൂടെ കയറ്റിയെങ്കിലും. അങ്ങനെ ഞാൻ ഇച്ചിരി താമസിച്ചാ വീട്ടിൽ വന്നത്. ഈ വരുന്ന വഴിക്ക് ഒരു വീടുണ്ട്, ഒരു കോളിംഗ് ബെല്ല് വെച്ചിട്ടുള്ളത്. അവിടെ നമ്മൾ സ്കൂൾ വിട്ട് വരുമ്പോ ആ കോളിംഗ് ബെല്ല് അടിക്കും. അവരിങ്ങനെ പതിയിരിക്കും. ആരാണ് സ്കൂൾ വിട്ട് വരുന്ന പിള്ളേരെന്ന് നോക്കി. ഉടമസ്ഥൻ ഇറങ്ങി വരുമ്പോ ആള് കാണില്ല. അങ്ങനെ അവർ റോഡിന്റെ ഒരു വശത്തേക്ക് കയറി ഒളിച്ചു നിന്നു. ഞാനിത് എന്നും വരും പോലെ കയറി കോളിംഗ് ബെല്ല് അടിച്ചിട്ട് പോകുമ്പോ അപ്പുറത്തെ ഒരു ഇടവഴിയിലിട്ട് തന്നെ അവരെന്നെ പിടിച്ചു. അപ്പുറത്തൊരു വിളയാണ്, കോമ്പൗണ്ട് ഉള്ളതാണ്, മണ്ണ് കൊണ്ട് കെട്ടിപ്പൊക്കിയ ഒരു മതില്. അതിനകത്ത് തന്നെ എടുത്തങ്ങ് വിട്ടു. അരമണിക്കൂർ കൂടുതൽ എന്നെ അവിടെ വിട്ടിരുന്നു. തന്ന ശിക്ഷയാണ്. അവിടുന്ന് സമയമായപ്പോ എന്നെ ഇറക്കി വിട്ടു. ഇനി മേലെ ചെയ്യരുത്. എന്നെ അടിക്കുകയോ എന്നെ വഴക്ക് പറയോ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹം. അങ്ങനെ വീട്ടിൽ പോയപ്പോ താമസിച്ചത്. എങ്കിലും ഞാൻ ഈ സ്ലേറ്റ് കൊണ്ടുവന്ന് വീട്ടിനകത്തേക്ക് വെച്ചിട്ട് അടുക്കളയിലേക്ക് പോയി. അന്ന് ആഹാരത്തിനൊക്കെ ബുദ്ധിമുട്ടാ. വൈകിട്ടാവുമ്പോ ഗോതമ്പ് കഞ്ഞിയാണ്, ഗോതമ്പ് പുട്ട്, ഇതൊക്കെ ഉരലിട്ട് ഇടിച്ച് നമുക്ക് കഞ്ഞി വെച്ച് കുടിക്കുന്ന കാലഘട്ടമാണ്. ബാക്കി സ്കൂളിൽ നിന്ന് കിട്ടും ഒരിടത്ത് ആഹാരം.
അങ്ങനെ അടുക്കളയിലേക്ക് പോയപ്പോ എൻ്റെ അമ്മ നേരത്തെ എൻ്റെ സഹോദരി വന്നപ്പോൾ അവളോട് ചോദിച്ചു, മോളെ പൈസ എടുത്തോ? ഇല്ല. അവളെ വാക്കുകൾക്ക് ഭയങ്കര വിശ്വാസമായി. അപ്പോഴമ്മ പറഞ്ഞു, ഞാൻ തന്നെ എടുത്തിരിക്കും. ഞാൻ കൊച്ചാണെങ്കിലും തല്ലിപ്പൊളിയാണ്, പറഞ്ഞ അനുസരിക്കില്ല, ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുന്ന സ്വഭാവം. 3ാം ക്ലാസ്സിൽ പഠിക്കുന്നവന് 10 വയസ്സ് ആയിട്ടില്ല. അങ്ങനെ ഞാൻ അടുക്കളയിലേക്ക് കയറി പോയപ്പോ എൻ്റെ അമ്മ എന്നോടൊരു വാക്ക് ചോദിച്ചില്ല. ഈ സാക്ഷ്യം കേൾക്കുമ്പോ മാതാപിതാക്കള് വളരെയേറെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ താഴ്മയോട് അപേക്ഷിക്കുകയാണ്. എൻ്റെ അമ്മ എന്നോടൊന്നും ചോദിച്ചിട്ടില്ല. ചോദിക്കാതെ ഞാൻ വരുന്നതിന് മുമ്പേ അന്ന് ദോശ ഇളക്കുന്ന ഇരുമ്പ് ചട്ടുവമുണ്ട്. ആ ചട്ടുവം കൈ പിടിക്കുന്ന എടുത്ത് ഈ ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കുന്ന അടുപ്പിലേക്ക് ഇട്ടുണ്ട്. കഴിക്കാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ച് അടുക്കളയിൽ കയറി എനിക്ക് എൻ്റെ അമ്മ അത് ആ തീക്കനലോടെ എടുത്ത് എൻ്റെ ഇടത്തെ കാലിൽ അത് വെച്ച് ചൂടും തേച്ചു. അത് ഇന്നും 58 വയസ്സുണ്ട് എനിക്കെന്നും. ഈ കഴിഞ്ഞ 10ാം തീയതി എനിക്ക് തീർന്നതേ ഉള്ളൂ. 58 വയസ്സ് തികഞ്ഞിട്ട് ഇന്നും ആ പാടെൻ്റെ ഇടത്തെ കാലിലുണ്ട്, തുടയിലുണ്ട്. അതും പൊത്തിപ്പിടിച്ചും കൊണ്ട് 10 വയസ്സുകാരൻ ഓടി, വീട് വിട്ടിറങ്ങി ഓടി. ഇച്ചിരി ദൂരെയാ, 2-3 കിലോമീറ്റർ അതിനകത്തേ വരത്തുള്ളൂ. എൻ്റെ അമ്മയുടെ 2ാമത്തെ സഹോദരൻ താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട്. എനിക്കത് അറിയാം. ഞാനത് ആ ചൂട് ഏറ്റും കൊണ്ട് ഓടിയ ഓട്ടം എൻ്റെ അമ്മയുടെ സഹോദരന്റെ അടുക്കിലേക്കാണ്, എൻ്റെ മാമന്റെ അടുക്കിലേക്കാണ് ഞാൻ പോയത്. അവിടെ ചെന്നപ്പോ അവരെന്നെ ഇറക്കിയൊന്നും വിട്ടില്ല, വഴക്കും പറഞ്ഞില്ല. അവര് വലിയ പണക്കാരൊന്നുമല്ല, പാവങ്ങളാ, എന്നും പാവങ്ങളാ അവര്. അന്നന്ന് അധ്വാനിച്ച് കഴിയുന്ന ഇന്ന് അവര്. ഞങ്ങളും അത് തന്നെയാണ്, ഇല്ല എന്നല്ല. ഓ, അവിടെ ചെന്നപ്പോ അവരെന്നോടൊന്നും ചോദിച്ചില്ല, കാര്യം പറഞ്ഞു. അന്നത്തെ ദിവസം അവിടെയായി. അപ്പൊ അവർക്കും 2 ആമക്കളുണ്ട്. അവര് സ്കൂളിൽ പഠിക്കുന്നവരാ, അതേ സ്കൂളിൽ പഠിക്കുന്നവരാ. അപ്പൊ പിറ്റേന്ന് ഞാൻ സ്കൂളിൽ പോയി. അതിന്റെ പിറ്റേന്ന് മുതലേ പിന്നെ ഞാൻ സ്കൂളിൽ പോയിട്ടില്ല. പോവാത്തതിന്റെ കാരണം അവർക്ക് 2 ആടുണ്ട്. ആ ആട്ടിനെ എന്നോട് കുഴ പറിക്കാൻ പറഞ്ഞു. അവരെ മക്കളെ 2 പേരെയും പറഞ്ഞ് സ്കൂളിൽ അയച്ചിട്ട് എന്നെ കണ്ണൻ എന്നാ വിളിക്കുന്നത്. ചിലത്ത് തുളസി എന്ന് വിളിക്കും. പല പേരുകളൊക്കെ എന്നെ വിളിക്കാറുണ്ട് പലരും. അപ്പോ എൻ്റെ അടുത്ത് പറഞ്ഞ, കണ്ണ പഴങ്കഞ്ഞിയുണ്ട് കുടിച്ചും കൊണ്ട് കൊച്ചേ ഒരു പിടി കുഴ അറുത്തോണ്ട് വരണം കഴിയുന്നത് എന്ന് പറഞ്ഞു. അപ്പോ നമ്മളിവിടെ പാർക്കുന്ന അടുത്ത് 3 മലയുണ്ട്. കുളുതൂക്കി മല, മൊണ്ടിത്താണി മല, കടുവാക്കുഴി മല, ഇങ്ങനെ ഈ മലകളുണ്ട്. അവിടെയൊക്കെ പോയി കുഴ പറിക്കുക. അത് കൊണ്ടുവരുമ്പോൾ എനിക്ക് കഞ്ഞി തരും, ഉച്ചയ്ക്ക് ചോറൊക്കെ തരും. അവരെ മക്കൾ പഠിക്കാനും പോകും. അങ്ങനെ അവിടെ ഇരുന്ന് അവിടെ അങ്ങനെ കുറെ നാള് പാർത്തു. അങ്ങനെ ഇരിക്കെ അവരെ മക്കളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ടോ എന്ന് കേട്ടാ പോയി. എന്നേക്കാളും അവര് വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായി. വലിയ വിദ്യാഭ്യാസമൊന്നുമല്ല, എഴുതാനും വായിക്കാനും ഒക്കെ അവര് പഠിച്ചെന്നേ ഉള്ളൂ. അവരുടെ ജീവിതമെല്ലാം താളം തെറ്റിയ താരാട്ട് പോലെ അവരുടെ ജീവിതങ്ങളെല്ലാം ഇന്നും അന്നും അങ്ങനെ തന്നെ. അങ്ങനെ ഞാന് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് ഒരു ജയിലുണ്ട്, വനിതാ ജയിലായിരുന്നു. ഇപ്പൊ സെൻട്രലായിട്ടുണ്ട്. ആ ജയിലിന്റെ താഴെ ചെമ്പരത്തിപ്പള എന്നൊരു സ്ഥലമുണ്ട്. അന്നത്തെ വ്യവസായ സ്ഥലമാണ്, പേരുകെട്ട സ്ഥലമാണ്. ഈ ചെങ്കല്ല് ചുള്ള ഉള്ള സ്ഥലമാണ്. യൂണിയൻ അന്ന് രൂപീകരിക്കപ്പെട്ട സമയമാണ്.
ജൂനിയറിലൊക്കെ ഇങ്ങനെ പോകുന്നവരൊക്കെ പിടിച്ച് പേര് ചേർക്കാറുണ്ട്. അങ്ങനെ അവിടെ ഞാൻ അവിടെ പോയപ്പോ എന്നെ അറിയത്തക്ക ഒരു വിജയൻ എന്ന് പറയുന്ന ഒരു ചായക്കടയൊക്കെയുള്ള അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ജൂനിയറിൽ പേര് കുറേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് പേടി, കൊച്ചല്ലേ, എനിക്ക് അറിയത്തില്ല. അദ്ദേഹം എന്നെ കൈക്ക് സ്നേഹത്തോടെയാണ്, വിരോധത്തിനല്ല, സ്നേഹത്തോടെ എന്നെ കൈക്ക് വലിച്ചീർത്ത് കൊണ്ടുപോയി അവർ കമ്മിറ്റി കൂടുന്നിടത്ത് എന്റെ പേരും അഡ്രസ്സും ഒക്കെ കൊടുത്തു. മാറാശ്ശേരി വീടെന്നായിരുന്നു എന്റെ മാമന്റെ വീട്. അത്രയും കൊടുത്തു. എന്റെ പേര് അവർ രജിസ്റ്ററിൽ എഴുതുകയും എന്നെ ആ യൂണിയനിൽ അംഗമായി ചേർക്കുകയും ചെയ്തു. എന്നാൽ എനിക്ക് ഈ ജോലി ചെയ്യാനൊന്നും കഴിയില്ല, കൊച്ചായതുകൊണ്ട് ഈ വണ്ടിയിൽ ലോഡിങ്ങിനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. അങ്ങനെ നിന്ന് പിന്നെ കൊടിയൊക്കെ ഒട്ടിക്കാനും യാത്രയ്ക്കൊക്കെ പോകാനൊക്കെ നമ്മൾ ഒരാളായി നാട്ടിൽ. അങ്ങനെ ഞങ്ങൾ ഇച്ചിരി പിച്ച വെച്ച് വളരാൻ തുടങ്ങി, തലയെടുക്കാൻ തുടങ്ങി. കൊച്ചുനാളില് ചെറിയ കമ്പുകളിൽ കൊടി കെട്ടും. ആ കൊടി കെട്ടി പിടിച്ചു പോകും. ഇച്ചിരി വളർന്നപ്പോ ആ കൊച്ചു കമ്പൊക്കെ മാറിയിട്ട് നല്ല കനമുള്ള കമ്പായി. എന്നാൽ ഒരാളിനടിച്ചാൽ അത് കാര്യമായിരിക്കണം. അങ്ങനെ കൊടികെട്ടി അന്ന് മാസത്തിൽ ഒരു 3 ജാഥയെങ്കിലും അന്ന് കാണും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക്. അന്ന് ഇവിടെ ലാറി പിടിച്ച എല്ലായിടത്തും ആളുകൾ വരുന്നത്. അപ്പൊ പോകുമ്പോ ആരെങ്കിലും അടിക്കണം. അടിച്ചില്ലെങ്കിൽ നമ്മൾ ജാഥയ്ക്ക് പോകുന്നതിൽ ഒരു വിലയില്ല, ഒരു ഉണർവില്ല. ആരെങ്കിലും അടിച്ചിട്ടേ വരത്തുള്ളൂ. അങ്ങനെ വളർന്നു വന്നപ്പോ പിന്നെ ഒരു കേസായി, 2 കേസായി, 3 കേസായി. കേസുകൾ കൂമ്പാരം തന്നെയായി. എന്റെ കാലിലെ വിരലോ കയ്യിലെ വിരലോ എണ്ണിയാൽ പറ്റാത്ത അപ്പുറം എന്റെ പേരിന് കേസുകൾ. ആദ്യത്തെ ഒരു കേസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാ പറയുന്നത്, നമ്മുടെ പൂജപ്പുര സെൻട്രൽ ജയിലില് AKG സഖാവ് കിടന്ന ഒരു മെത്താണമുണ്ട്, അത് കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ് ഞാനത് കണ്ടിട്ടില്ല. ഇന്ന് യേശുവിന്റെ കല്ലറ കാണാൻ വേണ്ടി പലരും പോകുന്നത് പോലെ AKG സാർ അദ്ദേഹം കിടന്ന കല്ലറ കാണാൻ ഞാനൊരു കേസുണ്ടാക്കി പോയി. ആ മെത്താണത്ത് പോയി കിടക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത്ര ഒരു ആഗ്രഹമാണ് സഖാവ് കിടന്നിടത്ത് എനിക്കും കിടക്കണമെന്ന്. ഇന്നും ഉണ്ടെന്ന് എന്റെ വിശ്വാസം. പൂജപ്പുര സെൻട്രയിൽ 5ാമത്തെ ബ്ലോക്കിലാണ്. അങ്ങനെ അതിൽ കിടക്കണമെന്നൊരു ആഗ്രഹം. പിന്നെ രാഷ്ട്രീയത്തിലൊക്കെ ആയപ്പോ പിന്നെ കേസുകളൊക്കെ തന്നെ തനിയെ ഉണ്ടാവും. കേസുകൾക്ക് പോവും, അകത്ത് പോവും, പുറത്തു വരും. പിന്നെ ജയിലൊക്കെ നമുക്കൊരു ഗസ്റ്റ് ഹൗസ് പോലെയൊക്കെ ആയി, ഭയമില്ലാതായി. ആർക്കും പിന്നെ നമ്മുടെ നിയന്ത്രിക്കുവാനോ, രാഷ്ട്രീയത്തിലുള്ള നേതാക്കന്മാർക്ക് പോലും നിയന്ത്രിക്കുവാനോ, പോലീസുകാർക്ക് നിയന്ത്രിക്കുവാനോ, ആർക്കും നിയന്ത്രിക്കുവാൻ കഴിയില്ലായിരുന്നു. ആരും ഒന്നും നമ്മുടെ നേരെ ചോദിക്കത്തില്ല. ചോദിച്ചാൽ എന്തെന്ന് ചോദിച്ചാൽ കുന്തെന്ന് പറഞ്ഞു നിൽക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതം അങ്ങനെ മുമ്പോട്ട് പോകുകയായിരുന്നു. ആരുമില്ല ചോദിക്കാൻ. ഇന്ന് എനിക്കൊരു മോനുണ്ട്. അവൻ ദൂരയാത്ര പോയിട്ടോ ജോലിക്ക് പോയിട്ടോ വന്നാൽ താമസിച്ചാൽ ഞാൻ ചോദിക്കും, എന്ത് മോനെ താമസിച്ചത്? അതിനുള്ള മറുപടി പറയും. അന്ന് എന്നോട് ചോദിക്കുവാൻ ആരുമില്ല. വോട്ട് വരാന്തയും പാർട്ടി ഓഫീസും ഒക്കെയാണ് നമ്മുടെ കിടപ്പാടം. ആരും ചോദിക്കാനില്ല, ഇഷ്ടംപോലെ ജീവിക്കാം. അങ്ങനെ ജീവിതം താളം തെറ്റിയ താരാട്ട് പോലെ ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഇരിക്കെ എൻ്റെ അമ്മയുടെ മൂത്ത സഹോദരൻ ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ കൊച്ചുനാളിലേ കണ്ടിട്ടുള്ളൂ. അവര് തിരുവനന്തപുരം വെമ്പായം എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുകയാണ്. ആ മാവന് എലക്ട്രിസിറ്റി ബോർഡിൽ ജോലി ഉണ്ടായിരുന്നു. അങ്ങനെ സുഖമില്ലാതെ അവര് മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോൾ എൻ്റെ മാമി ഞാൻ നിൽക്കുന്ന ഇളയ മകൻ, അവരുടെ പേര് രഘു എന്നാണ്, അദ്ദേഹത്തിന് ഒരു ലെറ്റർ ഇട്ടു. ചേട്ടന് നിങ്ങളെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ലെറ്റർ ഇട്ടു.
16-ാം വാർഡിലാണെന്ന് പറഞ്ഞു. ആ ലെറ്റർ അവർ വായിച്ചിട്ട് എന്നോട് പറഞ്ഞാണ്, ഞാനത് കേട്ട പാതി കേൾക്കാത്ത പാതിയായിട്ട്, ഞാൻ കണ്ടിട്ടില്ല, കൊച്ചുനാളിൽ കണ്ടിട്ടുള്ളത്. അങ്ങനെ എൻ്റെ മാമനെ കാണാൻ വേണ്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ചെന്നു. പോയി അവരെ കണ്ടുപിടിച്ചു. പറഞ്ഞ 16-ാം വാർഡിൽ പോയി കണ്ടുപിടിച്ചു. പിന്നെ അവരെ ശുശ്രൂഷിക്കുവാനും അവരെ കാര്യങ്ങളൊക്കെ നോക്കുവാനും, അവർക്ക് 2 ആമക്കളും 2 പെണ്ണും. പെൺമക്കളെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് അവിടെ തന്നെ കൂടിയാൽ കൊള്ളാം, ഒന്നിനെ കെട്ടിയാൽ കൊള്ളാം എന്നൊക്കെ എൻ്റെ ഹൃദയത്തിലൊക്കെ തോന്നി. അങ്ങനെ മാമനെ കഴിച്ച് നടക്കാനൊന്നും പറ്റില്ല. അവരിങ്ങനെ കൈക്കെടുത്തിരുത്തിയേ ബാത്റൂമിലെ കൊണ്ടുവച്ച് അവരുടെ കാര്യങ്ങളൊക്കെ സാധിപ്പിക്കാൻ പറ്റും. അങ്ങനെ അവിടുന്ന് ചെന്ന് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ അവരെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് ഒരു 3 മാസം നാഗർകോവിൽ ചെട്ടികുളങ്ങര എന്ന് പറയുന്ന ഒരു ആയുർവേദ ചികിത്സയിൽ കൊണ്ടുപോയി. 3 മാസം അവിടെ കിടന്നു. ശരിയായിട്ടില്ല. തിരിച്ചു കൊണ്ടുവന്നു. അപ്പൊ അവരെ മൂത്ത മകളെ എനിക്ക് തരാം, അവരന്വേഷിക്കുന്നു, എനിക്ക് കെട്ടിത്തരാമെന്ന് പറഞ്ഞു. എനിക്ക് സന്തോഷമായി. അപ്പൊ ഈ വാർത്ത എൻ്റെ അമ്മ അറിഞ്ഞു. എങ്ങനെയോ അവിടെ ചെന്ന് അവരുടെ പറഞ്ഞു, നീ കണ്ണന്റെ കൂടെ ഈ പെങ്കൊച്ചനെ അയക്കരുത്, അവൻ ആള് ശരിയല്ല, അവൻ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, അവന്റെ പോക്ക് ഇങ്ങനെയാണ് എന്ന് അവരോട് പറഞ്ഞപ്പോ അവരും അതൊക്കെ വിശ്വസിച്ചു. അങ്ങനെ പിന്നെ പറഞ്ഞു കാര്യങ്ങളൊക്കെ എനിക്ക് വേണ്ടി ഇവിടെ നിന്നൊക്കെ ആള് വന്ന് സംസാരിക്കാനൊക്കെ ഇടയായി തീർന്നു. അവരെ മൂത്ത മകള ചന്ദ്രി, അവർക്ക് 38 വയസ്സ്, 19 വയസ്സോളായി എനിക്ക് കെട്ടിത്തന്നു. ഈ ചൊക്കന്റെ കയ്യിൽ പിച്ചിപ്പൂ കിട്ടിയാൽ എങ്ങനെ ഇരിക്കും? അതേ ആയിരുന്നു ആ കുടുംബത്തിൽ നിന്ന് അവിടെ മൂത്ത മകളെ എനിക്ക് തന്ന് അതിനെ ഛിന്നാഭിന്നമാക്കി. ജീവിതം നശിപ്പിച്ചു. ജീവിതം എല്ലാം തകർത്തു കളഞ്ഞു. പെണ്ണ് കെട്ടിയതിന് ശേഷം ആദ്യത്തിനേക്കാളും ഞാൻ എന്തോ എന്നുള്ള ഭാഗങ്ങളും എല്ലാം ഞാൻ ചെയ്തു കൂട്ടുവാനൊക്കെ തുടങ്ങി. അങ്ങനെ എനിക്ക് 2 മക്കളൊക്കെ ഉണ്ടായി. മൂത്തവൻ ക്രിസ്തി എന്ന, രണ്ടാമത്തെ പ്ലസൻ എന്ന്, രാഹുൽ എന്നും പേരിട്ടു. പിന്നെ സ്കൂൾ പേര് രാഹുൽ എന്നൊക്കെ അവരുടെ പേരിട്ടത്. അങ്ങനെ 2 മക്കളൊക്കെ എനിക്ക് ജനിച്ചു. കൊച്ചുമക്കളാ. 3 വയസ്സിന് പ്രായത്തിൽ വ്യത്യാസത്തിലാ 2 മക്കൾ എനിക്ക് ജനിക്കുന്നത്. അങ്ങനെ ജീവിതത്തില് കേസുകൾ എന്നെ പിടിമുറുക്കുവാൻ തുടങ്ങി. എന്നെ സഹായിക്കുന്നവരൊക്കെ എന്നെ കൈവിട്ടു തുടങ്ങി. എല്ലാവരും ഉപേക്ഷിച്ചു തുടങ്ങി. ഞാൻ മദ്യത്തിനും മയക്കുമരുന്നെന്ന് പറയുമ്പോൾ അന്ന് വേറെ ഒന്നും ഇട്ടില്ല. കുറച്ച് വിരലെണ്ണപ്പെട്ടുന്ന ദിവസം മാത്രമേ ബ്രൗൺ ഷുഗർ ഉപയോഗിച്ചിട്ടുള്ളൂ. അന്ന് അതൊക്കെ ഉണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ അതാ. ഇന്ന് മറ്റുള്ള മയക്കുമരുന്നുകളൊക്കെ ഏറ്റവും കൂടുതലായി തുടങ്ങിയത്. പിന്നെ കഞ്ചാവ്, ഇതൊക്കെ വലിക്കുവാൻ. ചാരായം വാറ്റുണ്ടായിരുന്നു ഇവിടെ. ചാരായ ഒഴുക്കുക, അങ്ങനെയൊക്കെ ഇവിടെ നടക്കുന്ന സ്ഥലം ആണ് എനിക്ക്. അങ്ങനെ ഇരിക്കെ തിരുവനന്തപുരം ജില്ലാ കോടതിയിലെ ഒരു കേസ് എന്നെ ശിക്ഷിച്ചു. ഫാസ്റ്റ് ട്രാക്ക് കോടതിയില് അച്യുത എന്ന് പറയുന്ന ഒരു ജഡ്ജി, ഒരു മേഡം എന്റെ കേസ് എന്നെ ശിക്ഷിക്കും എന്ന് പറഞ്ഞു. വക്കീല് പറഞ്ഞു ശിക്ഷിക്കുമെന്ന്. എനിക്ക് 4 സെന്റും വീട് മാത്രം ഉള്ളൂ. അത് ഞാൻ വക്രത ബുദ്ധിയിൽ നേടിയെടുത്ത ഒരു വീട് സ്ഥലമാണ്. ശാപമുണ്ട് ആ ഭവനത്തിന്, ഞാൻ മേടിച്ചതിൽ. അങ്ങനെയൊക്കെ ഞാൻ നേടിയെടുത്തതാണ്. നേർമാർഗത്ത് സമ്പാദിച്ച ഒരു പൈസ അതിനകത്തില്ല. മോട്ടിച്ചെന്നല്ല, ആരെയും പിടിച്ചു പറിച്ചിട്ടില്ല, അന്നുമില്ല, ഇന്നുമില്ല, അങ്ങനെ ഒരു കേസും ഇല്ല. ഒരു സ്റ്റേഷനിൽ എന്നെ പിടിച്ചു. എന്നെ 5 ദിവസം രഹസ്യ തടവിൽ വെച്ച് എന്നെ അന്വേഷിച്ചു. അയ്യ തന്നു. ലാസ്റ്റ് ഇറക്കി വിടുമ്പോ എന്റെ സെക്കൻഡ് തന്നെ ഇറക്കി വിട്ടത്. എന്റെ കൂടെ ഉള്ളവര് മഹാ ക്രിമിനലുകളും മോഷ്ടാക്കളും
പല മേഖലയിലുള്ളവരാ. അവരന്വേഷിച്ചിട്ട് എൻ്റെ പേരിന് അങ്ങനെ ഒരു കേസില്ല, മോഷണമില്ല, പിടിച്ചുപറിയില്ല, പെണ്ണ് കേസില്ല. എൻ്റെ അടുത്ത് സോറി പറഞ്ഞു. സോറിടാ, ഒരു എസ് ഐ എന്നോട് പറഞ്ഞതാ, ഇന്ന് ഞാൻ ഓർക്കുന്നു. അദ്ദേഹം എന്നെ പറഞ്ഞു, വെറുതെ വിടാൻ പറ്റില്ല, നീ പോയി ചത്ത് കളഞ്ഞാൽ ഞാൻ സമാധാനം പറയും, അതുകൊണ്ട് ഒരു ചെറിയ കേസ് ഞാൻ നിനക്കിടും കോടതിയിൽ, ഉടനെ ജാമ്യം തരത്തക്ക ലെവലിൽ ഞാൻ നിനക്ക് എഫ്ഐആർ ഇടാം, നിനക്ക് ജാമ്യക്കാരെ നീ സെറ്റ് ചെയ്യും. എനിക്ക് സ്റ്റേഷനിൽ ഇരിക്കുക. എങ്കിൽ ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് നാളെ ഹാജരാക്കിയാൽ മതി, ഇടയ്ക്ക് ഞാൻ ജാമ്യക്കാരെ സെറ്റ് ചെയ്യാം. അങ്ങനെ അദ്ദേഹം എൻ്റെ നല്ല ഭാഗം മനസ്സിലാക്കിയിട്ട് ഉടനെ നെടുമങ്ങാട് കോടതിയിൽ ഒന്ന് ഹാജരാക്കി എനിക്ക് ഉടനെ തന്നെ ജാമ്യത്തിറങ്ങി ഉണ്ടായി. അങ്ങനെ ഒരു കേസിൽ ഞാൻ പോയിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ആ കേസിൽ ശിക്ഷിക്കുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ 4.5 സെന്റും വീടും ഞാൻ വിറ്റിട്ട് ആ കേസ് പറയുവാൻ എനിക്ക് വിജയിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ആ കേസ് എന്നെ ശിക്ഷിച്ചു. എല്ലാം തകർന്നു, എല്ലാം ശൂന്യമായി, എല്ലാം നശിച്ചു. എന്നെ വിശ്വസിച്ച് അയച്ച എൻ്റെ ഭാര്യ തെരുവിലായി, എൻ്റെ 2 മക്കള് തെരുവിലായി. ഞാനിങ്ങനെ മോശപ്പെട്ട് ജീവിക്കുന്നുവെങ്കിലും എൻ്റെ മക്കൾക്കും എൻ്റെ ഭാര്യയ്ക്ക് ഒന്നിനും കുറവ് വയ്ക്കില്ല. സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുന്നത് പോലെ, ഏതു ദുഷ്ടനും ഹൃദയത്തിൽ പാപഭോജനമുണ്ട്. മദ്യത്തിന്റെയും ലഹരിയിലെ പലതും ചെയ്തു കൂട്ടും. നേരം വെളുക്കുമ്പോ ബോധം വീഴുമ്പോ ചിന്തിക്കും, ഞാനത് പറഞ്ഞു പോയ തെറ്റ്, ഞാനത് ചെയ്തു പോയ തെറ്റ്, ഇനി ചെയ്യില്ല എന്നൊക്കെ ഭാര്യയോടൊക്കെ പറയും. വീണ്ടും വൈകിട്ടാവുമ്പോ ഇന്നലത്തേക്കാൾ അപ്പുറമായിരിക്കും ഇന്നും. എന്നെ അത്രത്തോളം പിശാച് എന്നെ ഉപയോഗിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഈ വസ്തുത നഷ്ടപ്പെട്ടത് കൊണ്ട് എനിക്ക് പ്രയാസം. ഞാൻ എന്തിന് ജീവിച്ചിരിക്കണം? ഞാൻ ജീവിച്ചിരിക്കേണ്ട അല്ല. തോറ്റുപോയി. എൻ്റെ ഭാര്യയൊക്കെ പോയി, അവര് മക്കളൊക്കെ എടുത്ത് അവളെ വീട്ടിലേക്ക് അങ്ങ് പോയി. ഞാൻ ആർക്കും വഴിമാറി കൊടുക്കുന്ന ഒരു മനുഷ്യനല്ലായിരുന്നു. കാട്ടുപോത്തിന് പോലും വഴിമാറാത്ത ഒരു മനുഷ്യൻ. ആര് പറഞ്ഞാലും അനുസരിക്കില്ല. സ്വന്തം ഇഷ്ടം, സ്വന്തം ജീവിതം. ഞാൻ ഈ പാർക്കുന്ന സ്ഥലത്ത് എനിക്ക് മദ്യ കച്ചവടം ഉണ്ടായിരുന്നു. 3 സ്ഥലങ്ങളിൽ ഞാൻ ആള് നിർത്തി നാടൻ ചാരായം ഒഴിപ്പിക്കുമായിരുന്നു. വാറ്റുണ്ടായിരുന്നു. പൂജപ്പുര സെൻട്രൽ ജയിലില്, സബ് ജയിലില് കഞ്ചാവിന്റെ ബിസിനസ്സും കൂടെ ഞാൻ ചെയ്യുവാൻ, പൈസ ഉണ്ടാക്കുവാൻ വേണ്ടി പല മാർഗങ്ങളും ഞാൻ ചെയ്തു. അതെല്ലാം നമ്മെ വിട്ട് ഓടിപ്പോയി. ഞാൻ പറയും പോലെ, മരിക്കാൻ കൊതിക്കും, മരണം നമ്മെ വിട്ട് ഓടിപ്പോവും എന്ന് പറഞ്ഞതുപോലത്തെ പൈസ ഉണ്ടാക്കുവാൻ പല മാർഗങ്ങൾ നോക്കിയപ്പോൾ അതൊക്കെ ദൂരം അകന്നു പോയി. എന്നും ഞാനൊരു ശൂന്യമായി തീർന്നു. അങ്ങനെ എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ വേദന ഉണ്ടായി. അപ്പൊ ഒരു ദിവസമായപ്പോ എന്റെ ഭാര്യ മക്കളെ കൊണ്ടുവന്നില്ല. അവിടെ 2 സഹോദരന്മാരുണ്ട്, പാവങ്ങൾ. എന്റെ മുമ്പിലൊന്നും അങ്ങനെ നിൽക്കാണ്ടൊരു ധൈര്യമൊന്നും അവർക്കില്ല. അത്രയും പാവങ്ങളാ. അതിനുള്ള കഴിവൊന്നുമില്ല എന്റെ മുമ്പ് നിൽക്കാൻ. അന്നുമില്ല, അവരെന്നും എന്റെ മുമ്പ് അങ്ങനെ നിൽക്കാറില്ല. ബഹുമാനത്തോടെ നിൽക്കുന്നത്, സ്നേഹത്തോടെ നിൽക്കുന്നത്. അങ്ങനെ സഹോദരി ഇങ്ങനെ ഈ ലെവലിലായിട്ടും അവരെന്നോടൊരു ഒന്നും ചോദിച്ചിട്ടില്ല. അങ്ങനെ എൻ്റെ ഭാര്യയും എൻ്റെ 2 അളിയന്മാരും കൂടെ എന്നെ കാണാൻ വേണ്ടി വന്നു. ആ വന്നത് എനിക്ക് ഒട്ടും സഹിച്ചില്ല. എൻ്റെ ഭാര്യ ഒരു വീട്ടിന്റെ ജനലിൽ പിടിച്ചും കൊണ്ട് നിൽക്കുകയാണ്. ഒരു സൈഡ് തിട്ടയില്, ഒരു പൊക്കമുള്ള സ്ഥലം. ഒരു
1.5 അടി പൊക്കം ഉള്ള സ്ഥലത്ത് നിൽക്കുകയാണ് പറയുന്നത്. ഞാന് അവളെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. എന്റെ ഹൃദയം പിടയ്ക്കുകയായിരുന്നു. എനിക്ക് സഹിച്ചില്ല. ഓടിച്ചെന്ന് ഞാൻ അവളെ കാലിൽ തൊട്ടു. നോക്കണം, ആർക്കും വഴി മാറാത്തവൻ. അവളെ കാലിൽ തൊട്ട് നെഞ്ചത്ത് വെച്ചിട്ട് ഓടുകയാണ്. പോകുന്നത് ഞാൻ നേരത്തെ വിഷം കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ വിഷം എടുക്കുവാൻ ഓടുന്നു. ഓടി അവിടെ ചെന്ന് ആ വിഷം എടുത്തു. ഇവരാരും അറിയുന്നില്ല. ഇവരൊക്കെ അങ്ങ് പോയി. അവരെ വീട്ടിൽ സ്ഥലത്തേക്ക് അങ്ങ് പോയി, പമ്പായത്തേക്ക് പോയി. ഞാന് അതെടുത്ത് കഴിക്കുകയും അടുത്തൊരാള് തെങ്ങുമ്പുരട്ട് തേങ്ങ ഇട്ടോണ്ടിരിക്കുമ്പോൾ അവരോട് ചെന്ന് ഒരു കരിക്ക് കെഞ്ചി കേട്ടു. ഒരു കരിക്ക് തരണം, ഇനി മേലാ ചോദിക്കില്ല. താഴ്മയോടെ ചോദിച്ചു. അവരൊരു കരിക്ക് ഇട്ടെനിക്ക് തന്നു. അതും കൊണ്ടുപോയി അതിലാ വിഷം കിടത്തി കഴിച്ചു. കഴിച്ചിട്ട് ഞാൻ വീണ്ടും റോഡിലേക്ക് കയറി. അപ്പൊ ഒരു പിച്ചുവ കടാരി എടുത്ത് ഞാൻ സൈഡിൽ വെച്ചു. എന്തായാലും മരിക്കാൻ പോകുന്നു. എന്നെ ഒരാള് ചതിയില് എന്റെ ഇവിടെ ഇടിച്ചിട്ടുണ്ട്. ചെമ്പരത്തി വളയിൽ ഞാൻ വന്നു. ഒരു കുരിശടിയുണ്ട്. ആ കുരിശടിയിൽ അവിടെ ഞാൻ വന്ന് നിൽക്കുകയാണ്. അതിൻ്റെ അടുത്താണ് അവരുടെ വീട്. അപ്പൊ അദ്ദേഹം ഇറങ്ങുന്നില്ല. ഇറങ്ങിയാൽ ഞാനത് പ്രയോഗിക്കും. അപ്പോൾ വിഷം എന്നെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. നിൽക്കാൻ പറ്റുന്നില്ല. ഞാനങ്ങ് കുഴയാൻ തുടങ്ങി. പിന്നെ ഞാൻ ചിന്തിച്ചു, ഇനി ഇവിടെ നിന്ന് ഇവിടെ വീഴും, നേരെ ആറ്റിന്റെ ഇറമ്പിലേക്ക് പോവാം എന്ന് പറഞ്ഞ്, അതൊരു വെള്ളിയാഴ്ച ദിവസം. അത് ഓർക്കാൻ കാരണം, പോകുമ്പോ എൻ്റെ മാമി അവര് പള്ളിയിൽ പോയിട്ട് TPO മാറാൻ പള്ളിയിൽ പോയിട്ട് വരികയാണ് ഉച്ചയ്ക്ക്. അവരവിടെ നേരത്തെ പറഞ്ഞു, മാമി ഞാൻ ജീവിച്ചിരിക്കില്ല, ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത്, ഞാൻ വിഷമെല്ലാം കഴിച്ച് മരിക്കും. അവരോട് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് പള്ളിയിൽ പോയിട്ട് വന്നപ്പോ എന്റെ നിൽപ്പും കണ്ടപ്പോ അവർക്ക് സംശയം. അവരെന്നോട് ചോദിച്ചു, കണ്ണാ നീ വിഷം കുടിച്ച? ഞാൻ ഓന്നും പറഞ്ഞില്ല, ഇല്ല എന്നും പറഞ്ഞില്ല. അവിടുന്ന് ഓടി. ഓടുമ്പോ ഇവര് കിടന്ന് നിലവിളിച്ചു, കണ്ണൻ വിഷം കുടിച്ചു. അപ്പൊ കേട്ടു നിന്നവരൊക്കെ ഓടി വന്നു. ഓട്ടിച്ചിട്ട് ഒരു ആറ്റിലേക്ക് ചാടി. അവിടെ ഇട്ട് എന്നൊക്കെ പിടിച്ചു. നേരെ നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിലേക്ക് എന്നെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുചെന്ന് എന്നെ കഴുകി ഓസ് വയലിൽ കൂടെ ഇറക്കി, വയറ്റിലേക്ക് ഇറക്കി, എല്ലാം കഴുകി എന്നെ പുറത്തെടുത്തു. അപ്പൊ മരിച്ചു പോകുമെന്ന് കണ്ടിട്ട് അവിടുന്ന് നേരെ എന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അവിടെ കൊണ്ടുചെന്നു അവരും ഇതേപോലെ തന്നെയാണ് ഓസൊക്കെ ഇറക്കി വാട്ടർ സർവീസൊക്കെ ചെയ്തു. എന്നെ മരിച്ചെന്നും പറഞ്ഞു വിചാരിച്ചു. മരിച്ചില്ല. ആ സ്റ്റേജിലേക്ക് ആയപ്പോ തിരുവനന്തപുരം അന്നത്തെ മോർച്ചറിയോട് ചേർന്ന് വരുന്ന ഭാഗത്താണ് 16-ാം വാർഡ്. അവിടെ ചാവുന്നവരെ ഒരു വാർഡാണ് ഇവിടെ. ആ വാർഡിലേക്ക് എന്നെ മാറ്റി. 3-ാം ദിവസം ആയപ്പോ എന്നെ അവിടെ നിന്ന് പിശാച് പൊക്കിയെടുത്ത് കൊണ്ടുപോയി. 16-ാം വാർഡിൽ എന്ന് പറയുമ്പോൾ ഞാൻ മാത്രമല്ല രോഗികളുള്ളത്, പലരുമുണ്ട്. അവിടെ രോഗികൾ ഉറങ്ങും. രോഗികൾ കൂട്ടിരിക്കുന്നവര് ഉറങ്ങാറില്ല. അവരാരും കണ്ടിട്ടില്ല ഞാൻ പോകുന്നത്. എനിക്ക് 2 പേര് കൂട്ടിരിക്കുന്നുണ്ട്. അവരാരും കണ്ടിട്ടില്ല എന്നെ കൊണ്ട് ഞാൻ പോകുന്നത്. മൂക്കില് ഒരു ട്യൂബുണ്ട്, യൂറിയത്തിൽ ഒരു ട്യൂബുണ്ട്. മൂക്കിലുള്ളത് ഞാൻ വലിച്ചു കളഞ്ഞു. അടുത്ത് യൂറിയത്തിൽ ഇട്ടേക്കുന്ന ട്യൂബ് അത് വലിച്ചിട്ട് വരുന്നില്ല. അതും കൊണ്ട്
അപ്പുറത്ത് പോയി ഒരു മതിലിലേക്ക് കയറി ചാടി താഴെ ഒരു 3-4 താഴ്ച ഓളം വരും ഒരു കുഴിയിലേക്ക് ചാടി. അവിടെ ചാടുന്നത് ഒരു ഡ്രെയിനേജാ അടുത്ത്. ഈ മോർച്ചറിയിൽ നിന്ന് വരുന്ന ഒരു ഡ്രെയിനേജാണ്. ഇവിടെ ചികിത്സയിൽ കിടക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം തരുന്നില്ല. അവര് മരുന്ന് മാത്രമാണ്, അതും പ്രതികരിക്കാതെ കിടന്ന ഞാനാണ്. ചുണ്ട് ഒട്ടി മുറിയാതിരിക്കാൻ വേണ്ടി ഇവർ പഞ്ഞിയിൽ വെള്ളം തൊട്ട് ഇങ്ങനെ തേച്ച് തരും. അത്ര മാത്രമേ ഉള്ളൂ 3-4 ദിവസത്തെ എൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞു. ഉള്ളതും കൂടെ കഴുകി പുറത്താക്കി കളഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ഈ ഡ്രെയിനേജിന്റെ മോർച്ചറിയുടെ അടിയിൽ ചെന്ന് ഈ ഡ്രെയിനേജിൽ ചെന്ന് 2 കൈ കൊണ്ടും ആ ഡ്രെയിനേജിലെ വെള്ളം ഞാൻ കോരി കുടിച്ചു. ദാഹത്തോടെ കോരി കുടിച്ചു. അത് ചിന്തിച്ചാൽ മനസ്സിലാവും അതുവഴി വരുന്ന ഏതെല്ലാം രോഗികളുടെ വേസ്റ്റുകളാണ്. അത് ഞാൻ കുടിച്ചു. അവിടുന്ന് നേരെ അത് കുടിച്ചും കൊണ്ട് നേരെ നടക്കുക. മെന്റലല്ലേ, നടക്കുക, അറിയാതെ നടക്കുക. ഓടയും പാമ്പും കാട് ഒക്കെ ഉള്ള സ്ഥലത്തു കൂടെ ഇങ്ങനെ പോവുകയാണ്. ചെന്ന് എന്നെ ആരൊക്കെ വെട്ടുവാൻ വേണ്ടി വാളും കൊണ്ടുവരുന്നു ഞാൻ കാണുകയാണ്. ഇത് കണ്ടിട്ട് ഈ ആരോഗ്യമില്ലാത്ത ഞാൻ ഒരു തെങ്ങിലും കൂടെ കയറി ഒരു വീട്ടിന്റെ സൺസൈഡിൽ ചെന്നിരുന്നു. ട്യൂബ് കിടപ്പുണ്ട്, അവിടെ ചെന്നിരുന്നു. അങ്ങനെ മാറിയെന്ന് ഞാൻ കണ്ടപ്പോ അതെന്റെ തോന്നലായിരുന്നു കേട്ടോ. അത് മാറിയെന്ന് കണ്ടപ്പോ അവിടെ നേരെ ഇറങ്ങി അവിടെ നിന്ന് നടക്കുകയാണ്. തിരുവനന്തപുരം പുലയാർക്കോട്ട TV ആശുപത്രിയിലെ നേരെ ബാക്ക് സൈഡില് അവിടെ വന്ന് നേരം വെളുത്തു. അവിടെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിന്റെ സൈഡില് അവിടെ ഒരു പൈപ്പുണ്ട്. ആ പൈപ്പിൽ നിന്ന് അന്ന് സഹോദരിമാർ രാവിലെ വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നു. അവരോട് ഞാൻ ചെന്ന് ചോദിച്ചു, എനിക്ക് കുറച്ച് വെള്ളം വേണം കുടിക്കാൻ. അവര് അടുത്ത വീട്ടിൽ നിന്നൊരു പാത്രം മേടിച്ച് എനിക്ക് കുടിക്കുവാൻ വെള്ളം തന്നു. കുടിച്ചിട്ട് ഈ അമ്പലത്തിന്റെ സൈഡിൽ ചെന്ന് കിടന്നു. അപ്പോ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഒന്ന് ഇടയ്ക്കിട്ടൊക്കെ ചോദിച്ചു, നാട്ടുകാരൊക്കെ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് ചായ വേണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓന്നോ. ചായ ഒന്നും വാങ്ങിച്ചു തന്നില്ല, ഒന്നും കിട്ടിയില്ല. അദ്ദേഹം നേരെ മെഡിക്കൽ കോളേജിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു. അപ്പൊ മെഡിക്കൽ കോളേജിൽ നിന്ന് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു രോഗി മിസ്സിംഗ് ആണ്. അപ്പൊ ഈ വാർത്ത അവർ കേട്ട ഉടനെ അവർ ജീപ്പും എടുത്ത് നേരെ ഇവിടെ വന്നു. എന്നെ ആരും കൈക്കൊന്നും പിടിക്കാൻ കഴിയാത്തതിന്റെ കാരണം ആർക്കും തൊടാൻ സാധിക്കില്ല. എന്റെ ദേഹം മുഴുകെ ഡ്രൈനേജ് ആയിരുന്നു. വന്ന പോലീസുകാർ എന്നെ ലാത്തിക്ക് കുത്തി തള്ളി ബാക്ക് ഡോറ് തുറന്ന് അകത്തിട്ടു. അവിടെ കൊണ്ടിട്ടു. നേരെ എന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രി കൊണ്ടുപോയി. അവിടെ കൊണ്ടുവന്ന് ഇവിടെ എൻ്റെ ഭാര്യ ഓടുകയാണ്, രാത്രി മുഴുക്ക ഓടുകയാണ്. ഒരാള് മരിച്ചു കൊണ്ടുപോകുന്നവരെ ചെന്ന് തുണി പൊക്കി വരെ നോക്കി മുഖത്ത് എൻ്റെ ഭർത്താവാണ്. അപ്പൊ അവരൊക്കെ പറയും, ഇത് നിങ്ങളുടെ ആളല്ല, ഇത് വേറെയാണ്. മരിച്ചുപോയ ബോഡികളെ ചെന്ന് ചിന്തിച്ചു നോക്കണം. ഒരുപാട് ദ്രോഹിച്ചോടെ ഇപ്പൊ തേടി നടക്കുക, ഭർത്താവിനെ തേടി. നേരം വെളുത്തു എന്നെ അവിടെ കൊണ്ടുവരുമ്പോ എന്റെ ഭാര്യ ചന്ദ്രിക വെടികൾ കണ്ണുകളെ പൂരെ തുറന്ന് എന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവള് ചിന്തിച്ചു, ആർക്കും വഴിമാറാത്തവൻ, ആട്ടുപോത്തിന് പോലും വഴിമാറാത്തവൻ, ആർക്കും അടങ്ങാത്തവൻ, ഇപ്പൊ ഒരു പ്രാന്തനെ പോലെ
സൈലന്റായി നിന്നിട്ട് എന്നെ ഇട്ടച്ചു പോയവളാ. അനേക കുടുംബങ്ങള് ഇന്നും അങ്ങനെ തന്നെയാണ്. ഭാര്യ ഭർത്താക്കന്മാർ പിറങ്ങുമ്പോൾ പരസ്പരം ഒന്ന് താഴുവാനും ഒന്ന് ക്ഷമിക്കുവാനും ഒരു ഏറ്റുപറച്ചിലിനോ ആർക്കും കഴിയാത്തത് കൊണ്ടാണ് അനേക കുടുംബങ്ങള് ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നത്. അത് താഴാൻ മനസ്സുണ്ടെങ്കിൽ ഉയർത്തുവാൻ ഒരു ദൈവമുണ്ട്. അത് നസ്രായനായ യേശു. സകല മാനവരാശിക്ക് വേണ്ടി മനുഷ്യരൂപം ജഡമെടുത്ത് ഭൂമിയിലേക്ക് മനുഷ്യനായി പാപമൊഴികെ മനുഷ്യരോട് പ്രവസിച്ച ഒരു ദൈവം. അവനിലേക്കൊന്ന് താഴ്ന്നു കൊടുക്കാമെങ്കിൽ നഷ്ടപ്പെട്ടു പോയത് മടക്കി തരുവാൻ ഈ എന്റെ യേശുവിന് കഴിയും. ഇത് അനുഭവ സാക്ഷ്യത്വം കൊണ്ടാ എന്റെ സഹോദരന്മാരോടും സഹോദരിമാരോടും ഞാനിത് പറയുന്നത്. തുടക്കത്തിലെ പറഞ്ഞു, ഒന്നും ഞാൻ കൂട്ടുകയില്ല, കുറയ്ക്കുകയില്ല. എന്റെ ഭാര്യ എന്റെ നിൽപ്പ് കണ്ടിട്ട് അവൾക്ക് സഹിച്ചില്ല. ഉണങ്ങിപ്പോയവളാണ് മക്കളെ കേടും. അവളെ എനിക്ക് എന്റെ ദൈവം മടക്കി തന്നു. ആ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഇങ്ങനെ ആശുപത്രി ഡിസ്ചാർജ് കഴിഞ്ഞ് നേരെ എൻ്റെ ഈ മാമന്റെ വീട്ടിലേക്ക് തന്നെയാണ് വന്നത്. അവിടെ ആയിരിക്കുമ്പോൾ നെയ്യാറ്റിങ്കര മുനിസിപ്പൽ സ്റ്റേഡിയം ഉണ്ട്. അവിടെ 21 ദിവസത്തെ കൺവെൻഷൻ നടക്കുന്നു. അതില് 8-10 ദിവസമായി. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മാമിയുടെ മൂത്ത സഹോദരി വന്നിട്ട് ഈ മാമിയുടെ അടുത്ത് പറയാണ്, കണ്ണനൻ ആ കൺവെൻഷൻ നടക്കുകയില്ല, പ്രാർത്ഥന നടക്കുകയില്ല, അവിടെ കൊണ്ടുപോകാത്തത് എന്ന് ഞാൻ അടുത്ത റൂമിൽ ഇരിക്കുമ്പോൾ ഇത് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ എൻ്റെ മാമി പറഞ്ഞു, അതിനവൻ ഒന്നും പറഞ്ഞാൽ കേൾക്കൂല, അവൻ പോവുകയൊന്നുമില്ല, നീ നിന്റെ ജോലിയോ എന്ന് പറഞ്ഞു. അവര് പോയോടെ എൻ്റെ മാമിയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മാമി ഞാൻ വരാം, പോവാം, എന്നെ കൊണ്ടുപോകും, നിനക്ക് ഇഷ്ടമാണെങ്കിൽ പോവാം. അങ്ങനെ പിറ്റന്ന് രാവിലെ ഒരു ഓട്ടോ പിടിച്ച് അവരും വന്നു. അവര് വന്നില്ല, അവിടെ രണ്ടാമത്തെ മകൻ അനി എന്ന് പറയും, ആ സഹോദരൻ എൻ്റെ ഭാര്യയായിട്ട് നേരെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ പോയി. നെയ്യാറ്റിങ്കര മുനിസിപ്പാലിറ്റിയുടെ. എന്നോട് ആരും സുവിശേഷം പറഞ്ഞിട്ടല്ല ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഈ സാക്ഷ്യത്തെ മുമ്പിൽ ഞാനൊരു ട്രാക്റ്റ് വായിച്ചിട്ടില്ല, എന്നോട് ആരും സുവിശേഷം പറഞ്ഞിട്ടില്ല, ഒരു പ്രസംഗം കേട്ടിട്ടല്ല, ഒരു TV പ്രോഗ്രാം കണ്ടിട്ടല്ല. അന്നൊക്കെ KP യോഹന്നാന്റെ റേഡിയോ സംഭാഷണങ്ങളുണ്ട്. ഇതൊന്നും കേട്ടിട്ടല്ല ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. പറഞ്ഞ കേൾക്കത്തില്ല, അനുസരിക്കില്ല, അതേ ഉള്ളൂ. എന്നെ രാവിലെ ഒരു 10 മണിയായപ്പോ അവിടെ ആ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അന്നത്തെ ഒരു പാട്ട്, അന്നത്തെ പുതിയ പാട്ട് ഇങ്ങനെ ബോക്സിൽ ഇട്ട് മുഴങ്ങി കേൾക്കുകയാണ്. ചെന്നിറങ്ങിയോടെ ഈ പാട്ട് അവരിട്ടു. ഞാൻ ചെന്നത് കൊണ്ടല്ല ഇട്ടത്, അവരിട്ടു. അത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ പാട്ട് വേറെ ഒന്നുമല്ല, ഈ പാട്ടായിരുന്നു. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാ തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക, തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിയിടുക. കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കെട്ടിടാൻ, കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കെട്ടിടാൻ,
കാന്തൻ വരാറായി, നാമും പോകാറായി, നമ്മുടെ കാന്തൻ വരാറായി, നാമും പോകാറായി. ഈ പാട്ട് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കിടക്കുമ്പോ ഒരു പടയാളി വന്ന് എന്റെ അപ്പന്റെ വിലാപ്പുറത്ത് കുത്തിയതുപോലെ ആ പാട്ട് എന്റെ ചെവികളിൽ കൂടെ കേട്ട് എന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി. ഞാൻ ആത്മാവിലായെന്നല്ല, അപ്പോൾ എന്നിൽ ഭരിച്ചുകൊണ്ടിരുന്ന അനേക ലഗ്യോമ പുറത്തു വരുവാൻ തുടങ്ങി. അനേകരെന്നെ പിടിച്ചിട്ട് നിൽക്കുന്നില്ല. വരുന്നവരെ, ഈ ഒരു ചെറിയ മനുഷ്യൻ വരുന്നവരെല്ലാവരും എടുത്ത് കളയുക. ഇവിടത്തെ ആരോഗ്യം എല്ലാവരെയും ഉപദ്രവിക്കാൻ തുടങ്ങി. എന്നിൽ നിന്നും ദുരാത്മകള്, ഓരോരോ ദുരാത്മകളും പുറത്തേക്ക് വരുവാൻ തുടങ്ങി. അന്ന് ഒത്തിരി നാളായി ഞാൻ ആഹാരം കഴിക്കുന്നുവെങ്കിലും ഇറച്ചിയോ ഒന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ ശാന്തമായി എന്ന് കണ്ടപ്പോ ഒരു ദൈവദാസൻ വന്ന്, എനിക്ക് അന്നും അറിയത്തില്ല, അദ്ദേഹത്തിന് ഇന്നും അറിയത്തില്ല, അന്നെന്നെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഒരു ഇറച്ചി കഷ്ണം കഴിച്ചിട്ട് മാസങ്ങളാവുന്നുണ്ട്. കിടന്ന ആഹാരം കൂടെ എല്ലാം പുറത്താക്കി കഴുകി കളഞ്ഞ ഒരു മനുഷ്യനാണ്. അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഉമട്ടാൻ തുടങ്ങി, ഛർദ്ദിക്കാൻ തുടങ്ങി. ഇത്രയുള്ളൊരു ഇറച്ചി കഷ്ണം പുറത്തു വന്നു. എന്റെ ഭാര്യയ്ക്കൊക്കെ അതിശയമായി, ഇതെവിടും കഴിച്ചിട്ടില്ലല്ലോ, പിന്നെ എവിടെന്ന്? അത് എങ്ങനെയോ പിശാച് എന്റെ ഉള്ളിലേക്ക് കയറ്റി വിട്ടു. അങ്ങനെ ഞാൻ സ്വതന്ത്രമായി. അങ്ങനെ ആ കൺവെൻഷൻ തീരുവോളം ദിവസങ്ങൾ അവിടെ പാർത്തു. മടങ്ങി വന്നു വീട്ടിലേക്ക്, മാമന്റെ വീട്ടിലേക്ക് മടങ്ങി വന്നു. അന്നങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സുപ്രീം കോടതി ഒന്ന് ഒരു നിയമം പുറപ്പെടുവിച്ചു. ഉണ്ടായിട്ട് പ്രകാരം ഈ ഫോട്ടോ കോളിംഗ് എന്തെങ്കിലുമൊക്കെ ദേശത്തെ വലിയ വലിയ ഫംഗ്ഷനൊക്കെ നടക്കുമ്പോൾ ആ ദേശത്തുള്ള കലിപ്പായിട്ട് കാണുന്നവരെയൊക്കെ അകത്തിലാറുണ്ട്. അത് അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. ഇന്നത്തേനെ പോലെ ഇന്ന് അത്രയില്ല, എങ്കിലും ഇന്നും ഉണ്ട്. അപ്പോ ഗുണ്ടാറ്റി പ്രകാരമുള്ളവരെ ഒക്കെ എടുത്ത് അകത്തിടാൻ കോടതി ഓർഡർ വന്നു. അതിലും എന്റെ ലിസ്റ്റ് ഉള്ളത് കൊണ്ട് അന്ന് രാത്രിയിൽ എന്റെ 2 കൊച്ചുമക്കളെ എടുത്ത്, 3 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ, 2 മക്കളെ എടുത്ത് കൈ കിട്ടുന്ന തുണികളും എടുത്ത് ദേശം വിട്ടു. ദേശത്തിൽ നിന്ന് മാറിപ്പോയി ദൂരെ കുറച്ചൊന്ന് പാർത്തുകൊണ്ട് അവിടെ സത്യത്തിലും ആത്മാവിൽ ആരാധിക്കുന്ന ഒരു സഭ തേടി നടന്ന് കണ്ടുപിടിച്ചു. അങ്ങനെ ആ സഭയിലൊക്കെ ചിറത്തിലക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് പള്ളിയിലൊക്കെ പോയി ആരാധിക്കാനൊക്കെ പോകും. എൻ്റെ 2 മക്കളെയും ഭാര്യയും കൂട്ടി പോവായിരുന്നു. അങ്ങനെ കേസുകളുണ്ട്. അപ്പൊ അങ്ങനെ കേസുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വെള്ളവസ്ത്രമിട്ട ആരെയും എനിക്കിഷ്ടമില്ല. അവരെ കാണുമ്പോൾ ഞാൻ മോശമായി സംസാരിക്കും. ഇത് വേറെ ഒന്നുമല്ല, വയറ്റിപ്പഴപ്പിന് വേണ്ടി നടക്കുന്നതാണെന്നൊക്കെ ഞാൻ പറയുമായിരുന്നു. ഇപ്പോ അതിനുശേഷം ഞാൻ തെരുവിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ പറയും, ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഇന്നാണ് എനിക്കത് മനസ്സിലായത്, ഒരു വയറ്റിപ്പഴപ്പിന് വേണ്ടിയല്ല, ചിലരുടെ വയറ്റിലെ പഴുപ്പെടുക്കാൻ വേണ്ടിയാണ്. അങ്ങനെ അവരെയൊക്കെ മോശമായി കണ്ട് സംസാരിച്ച് അല്ലാത്തവരെയും ഒക്കെ കണ്ട് ഞാൻ പോയി പറയും, എനിക്ക് ഇത്ര കേസുകളുണ്ട്, ആ കേസുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് ഭവനമില്ല
എല്ലാം നശിച്ചു, ഞാൻ വാടകയ്ക്കപ്പ താമസിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ആത്മാർത്ഥമായിട്ട് ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിന്റെ അധ്വാനഫലം നീ തിന്നും, നിനക്ക് നന്മയുണ്ടാവും, നിനക്ക് സമാധാനം ഉണ്ടാവും. ലോകക്കാരല്ല പറഞ്ഞത്, യേശോപ്പച്ചൻ പറഞ്ഞ വചനം. അതുകൊണ്ട് അന്നത്തെ ആ പ്രാർത്ഥനകൾ കേട്ട് എന്റെ സ്വർഗത്തിലെ എന്റെ ദൈവം കേട്ട്, അതിനുശേഷം ഇത്രയും കേസ് ഉണ്ടായിരുന്നിട്ടും ഒരു കേസിന് പോലും, ഒരു വക്കീലിന് പോലും, ഒരു കുമസ്തനോ എന്റെ അധ്വാനം കൊടുക്കുവാൻ ഇടയാക്കിയിട്ടില്ല. ഒരു കേസ് വരെ വിളിച്ചിട്ടില്ല. ദൈവം മറവ് ചെയ്തത്, നീ ഇവിടെ ആരാ എന്നെ പൊക്കിക്കൊണ്ടുവരാനിരിക്കുന്നത്? ദൈവം മറവ് ചെയ്തുകൊണ്ട് ഞാൻ സ്വതന്ത്രനായി. അങ്ങനെ കേസുകളൊന്നുമില്ല, വിളിക്കാറില്ല. ദൈവമാണ് തീർത്തത്. ദൈവം എന്റെ കേസുകൾ ഏറ്റെടുത്തു. എന്റെ പാപത്തെയും ഭാരത്തെയും എല്ലാ സകലതും എന്റെ കർത്താവ് കാൽവരി ക്രൂശിൽ സകലതും എന്റെ അപ്പൻ ഏറ്റെടുത്തു. ഞാൻ എന്റെ വിളിച്ച് പറയാൻ തുടങ്ങി, കർത്താവെ, ഞാൻ അറിയാതെ അറിഞ്ഞും പോയ തെറ്റുകൾ എന്നോട് ക്ഷമിക്കണമേ എന്ന് നിരന്തരമായി ഞാൻ നിലവിളിക്കുമ്പോൾ എന്റെ ദൈവം കേട്ടു. അനേക പേരുടെ പ്രാർത്ഥനകൾ എന്റെ സ്വർഗം കേട്ട് എന്നെ അതിൽ നിന്നൊക്കെ സ്വതന്ത്രമാക്കി എന്നെ വിടുവിച്ചു. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ. ഇങ്ങനെ എന്റെ മക്കളൊക്കെ അവിടെ സ്കൂളിലൊക്കെ പഠിച്ചു, +2 ഒക്കെ ആയി കഴിഞ്ഞു. മൂത്ത മകൻ അങ്ങനെ ഇരിക്കും, ഞാൻ സ്വന്തം സ്ഥലത്തേക്ക് മടങ്ങി പോരണമല്ലോ. അങ്ങനെ ഞാന് 2015 നേരെ കേസുകളൊക്കെ തീർന്നത് കൊണ്ട് എന്റെ സ്ഥലത്തേക്ക് വന്നു. ഇവിടെ വന്നു ഒരു 6 സെന്റ് വസ്തുവൊക്കെ മേടിച്ചു. അതിലൊരു ചെറിയ ഒരു റൂമൊക്കെ കെട്ടി ഞാനും ഭാര്യയും 2 മക്കളും അങ്ങനെ ഒരു കൊച്ചു കുടുംബമായി അങ്ങനെ ജീവിക്കാൻ തുടങ്ങി. അപ്പോഴും തന്നെ അതിനു മുമ്പേ തന്നെയാണ്. അപ്പോൾ കർത്താവിനെ ഞാൻ കൂടുതൽ രുചിച്ചറിഞ്ഞപ്പോ പലരും പ്രസംഗിക്കുന്നത്, സാക്ഷി പറയുന്നത് ഒക്കെ കേൾക്കുമ്പോൾ അതിനോട് എനിക്കൊരു അസൂയ. എനിക്ക് വിദ്യാഭ്യാസമില്ല, പറഞ്ഞല്ലോ 3-ാം ക്ലാസ് വരെ പഠിച്ച് എനിക്ക് ഒരു വിദ്യാഭ്യാസം, എഴുതാനും വായിക്കാനും അറിയത്തില്ല. ഞാൻ കർത്താവിനോട് ചോദിക്കും, കർത്താവെ, എനിക്കും പ്രസംഗിക്കണം, എനിക്ക് നിന്നെ സാക്ഷി പറയണം, തെരുവോണുകളിലൊക്കെ നിന്ന് എനിക്ക് നിന്നെ വിളിച്ച് പറയണം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദൈവദാസൻ പ്രസംഗിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. യാക്കോവ് ദൂതനോട് മൽപ്പിടുത്തം പിടിച്ച് കിടക്കുന്നത് കുറിച്ച് പ്രസംഗിക്കുന്നു. എന്നെ അനുഗ്രഹിച്ചിട്ടല്ല ഞാൻ നിന്നെ വിടുകയില്ല എന്ന് യാക്കോബിനെ കുറിച്ച് ഞാൻ പ്രസംഗിക്കുമ്പോൾ അത് ഞാൻ ഏറ്റെടുത്തത് യാക്കോബ് കാലിൽ ദൂതനെ വെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. ഞാനത് മാറ്റിയിട്ട് ദൈവസന്നിധിയിൽ 3 ദിവസം ഉപവസിക്കും. 3 ദിവസം ഉപവസിക്കും. സാധാരണമായിട്ടല്ല ഉപവസിക്കുന്നു. ഞാനും എൻ്റെ അപ്പനുമായിട്ടൊരു ഉടമ്പടി അങ്ങ് എടുത്തു. ചിരട്ടയില് ചാമ്പല് വാരി വെച്ചിട്ട് 3 ദിവസം ഇരിക്കും. എന്തിനാ ചാമ്പല് വാരി വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നത്? എന്നെ അനുഗ്രഹിച്ചിട്ടല്ല ഞാൻ നിന്നെ വിടുകയില്ലെന്ന് യാക്കോബ് മൽപ്പിടുത്തം പിടിച്ചപ്പോ ഞാനിവിടെ പറഞ്ഞു, നീ എന്നെ പഠിപ്പിച്ചിട്ടല്ലാതെ ഞാന് കുടിനീരിഞ്ഞോട്ട് ഇറക്കുകയില്ല. കുടിനീര് വന്നാൽ അത് തുപ്പാനാ ചാമ്പലെടുത്ത് വെച്ചിരിക്കും. അങ്ങനെ ഒരു 3 അല്ല, 2 3 അല്ല, അങ്ങനെ പല 3 ദിവസങ്ങളും. 3-ാം ദിവസം ആവുമ്പോ ഈ കീര വാടി കുഴഞ്ഞ് വീഴുന്നത് പോലെ ഞാൻ വീഴുന്നു പോകും, തളർന്നു പോകും, വെള്ളം കുടിക്കുന്നില്ലല്ലോ. അങ്ങനെ തളരാതെ വെള്ളിയാഴ്ച ഇരിക്കും. വെള്ളി, ശനി, ഞായറാകുമ്പോൾ ഉപവാസം മുറിക്കും. ഒരു ദിവസം ഒരു ഉപവാസം മുറിക്കാൻ വേണ്ടി ഈ ഗ്ലൂക്കോസ്
കയ്യിൽ തട്ടി വായിക്കാത്തോട്ടിട്ടു. ഇത് ചെന്ന് എൻ്റെ ഈ ഉണ്ണാക്കില് വന്ന് വീഴുന്നു. അവിടെ വന്ന് ഒട്ടിയിരുന്നു. നാക്കുകൊണ്ട് എടുത്തിട്ട് അത് എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ എൻ്റെ വിരല് കൊണ്ട് ഇങ്ങ് എടുത്തപ്പോ അവിടുന്ന് ഒരു വട്ടമായിട്ട് ആ മാംസത്തോടെ ഈ ഗ്ലൂക്കോസിൽ ഒട്ടി. അതിനെല്ലാം എൻ്റെ ദൈവം വിടുവിച്ചു. അങ്ങനെ ഇപ്പോൾ എനിക്ക് ദൈവം മൊത്തമായിട്ട് വായിക്കാനൊന്നും എനിക്കറിയത്തില്ല. 80% തെറ്റുകൂടാതെ ഇപ്പോഴും ഞാൻ എൻ്റെ ദൈവത്തെക്കുറിച്ച് വായിക്കും. അങ്ങനെ എനിക്ക് എൻ്റെ ദൈവം എനിക്ക് പ്രദം. പിന്നെ എനിക്ക് അടങ്ങിയിരിക്കാൻ കഴിയയില്ല. പട്ടണങ്ങളും തെരുവുകളിലും വേദികളിലും കൺവെൻഷൻ സ്റ്റേജുകളിലൊക്കെയും ദൈവത്തെക്കുറിച്ച് സാക്ഷി പറയാൻ അവസരങ്ങളൊക്കെ പലരും എനിക്ക് തന്നിട്ടുണ്ട്, പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ഞങ്ങള് ഇവിടെ വരുന്നത്. ഇവിടെ വന്നു എനിക്ക് പഞ്ചായത്തിൽ നിന്ന് ഒരു വീട് വെക്കുവാനുള്ള അവസരമൊക്കെ തന്നു. ഇവിടെ വന്നിട്ട് ഞാന് നെയ്യാറ്റിൻകര എന്ന് പോണം. ഉദയംകുളങ്ങര എന്ന് മരിയാപുരം എന്ന് പറഞ്ഞ ഒരു ചർച്ച ഉണ്ട്. സനൽ പാർസ് എന്ന് പറയും. അദ്ദേഹത്തിന്റെ ചർച്ചിലാ ഞങ്ങൾ 4 പേരും പോകുന്നത്. അപ്പോ അവിടെ വെച്ചുകൊണ്ടിരിക്കുമ്പോ ഇവിടെ വന്ന് ഒരു കെട്ടിടം വാർത്തിട്ടു. കിട്ടിയ പൈസയ്ക്ക് വാർത്തിട്ടു. എല്ലാം ഒന്നും വെക്കാൻ പറ്റാതെ ഇട്ടു. എന്റെ മക്കളൊക്കെ റോഡിൽ നിന്ന് കരിങ്കല്ല് ചുമന്ന് ഇവിടെ കൊണ്ടിട്ട് നമ്മൾ ചെയ്തത്. ആ ഭവനത്തിലാണ് ഇപ്പോഴും ഞാൻ ഇരിക്കുന്നത്. അപ്പോ അവിടുന്ന് അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ പോകുന്ന ചർച്ചിലെ പാസ്റ്റർ പറഞ്ഞു, രാധാകൃഷ്ണൻ ബ്രദർ ഇന്ന് നമ്മൾ പോകുന്ന ഭവനത്തില് ഒരു സാക്ഷി പറയണം, വചനം ശുശ്രൂഷിക്കണം എന്ന് എന്നോട് പറഞ്ഞു. പറയാൻ പാസ്റ്റർ. ഇവിടുന്ന് പോകുന്ന പോക്കിന് എൻ്റെ ഇളയ മോൻ ജോലിക്ക് പോകും. അവനേത് റൂഫ് വർക്കാണ്, വെൽഡിങ് അന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇളയ മോൻ. മൂത്ത മോൻ ഒരു ക്ലീനിങ് കമ്പനിയിൽ നെയ്യാറ്റിൻകരയിൽ. അപ്പോൾ പോകുന്ന വഴിക്ക് എൻ്റെ മോനെയും കൂട്ടി നമ്മളങ്ങ് പോയി. പോകുന്നതിന് മുമ്പേ എൻ്റെ ഭവനത്തിന്റെ ഒരു സൈഡിലിരുന്ന് അവിടത്തേക്ക് വേണ്ടി എന്തെങ്കിലും പ്രസംഗിക്കുമ്പോൾ പറയണമല്ലോ, ദൈവം തരാതൊന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇരുന്ന് വീട്ടിന്റെ ഒരു സിറ്റ് ഔട്ടിലിരുന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങി. ഒരിക്കലും ഞാൻ പാടാത്ത ഒരു പാട്ടൊക്കെ, ഞാൻ പാടാത്തതാണ്, പഴയ ഒരു പാട്ടൊക്കെ എടുത്തൊക്കെ പാടി ഒരുങ്ങി ഇവിടുന്ന് പോകുമ്പോൾ ഞാനും എൻ്റെ ഭാര്യയും കൂടെ പോയി. നെയ്യാറ്റിൻകര വന്നപ്പോൾ എൻ്റെ മൂത്ത മകനെ കൂടെ ചേർത്ത് ഒരുമിച്ച് നമ്മൾ പോയി. ഐര എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് അവിടെ അന്നത്തെ ഭവന പ്രാർത്ഥന കഴിഞ്ഞു. ഞാൻ പ്രസംഗിച്ചത്. ദൈവം അന്ന് നല്ല ലെവലില് എന്നെ ഉപയോഗിച്ചു. അപ്പോ അമ്മയോട് ഒരു അമ്മച്ചി ഇവിടെ വരും. അന്ന് അവർക്ക് 10-80 വയസ്സുണ്ട്. പോകുന്ന വണ്ടിയിൽ ഞങ്ങൾക്ക് മുമ്പ് അവരെ കയറിക്കോളും. അപ്പൊ ആ അമ്മച്ചി എന്നോട് പറഞ്ഞു, രാധാകൃഷ്ണൻ വേറെ നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ നിങ്ങളുടെ മകൻ നിങ്ങളെ വായിൽ തന്നെ നോക്കിക്കൊണ്ടിരുന്നു കേട്ടാ എന്ന് പറഞ്ഞു. സന്തോഷമൊക്കെ ആയി എനിക്ക്. അവിടുന്ന് ഒരു ബ്രെഡും തേയിലയൊക്കെ തന്നു കുടിച്ചുകൊണ്ട് നമ്മളൊക്കെ വീട്ടിൽ പോകും. ഇവിടെ വീട്ടിൽ വന്ന് നമ്മൾ ആ ചെറിയ റൂമിനകത്ത് അവൻ വന്ന ഉടൻ വീട്ടിനകത്തോട്ട് കയറി. അവന്റെ ആ കട്ടിലേക്ക് ചെന്നിരിക്കുമ്പോൾ ഒരു ബൈബിൾ എടുത്ത് നോക്കുന്ന കണ്ടു. നോക്കിക്കൊണ്ടിരിക്കുന്ന ഞാൻ കണ്ടു. ഹൃദയത്തിലായിരിക്കും വായിച്ചത്. ആ ബൈബിള് മടക്കി ആ സ്റ്റാൻഡിലോട്ടൊന്ന് വെച്ചിട്ട് തിരിച്ചവൻ മൂടുന്നൊരു പുതപ്പെടുത്ത് തലയിൽ കൂടെ മൂടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു. തിരിച്ച് പ്രാർത്ഥിക്കുകയായിരിക്കും. ഞാനും അപ്പുറത്ത് ഭാര്യയെ കിടക്കുന്ന. ഇളയ മകൻ ഇല്ലാത്തതുകൊണ്ട് ആ കട്ടിലില് അവൻ മാത്രമേ ഉള്ളൂ. അവിടെ പോയപ്പോ അവിടെ ഒരു പയ്യൻ ആ വീട്ടിലെ
അവളുടെ മകളെ ഒരു പയ്യൻ പ്രേമിച്ച് കെട്ടിക്കൊണ്ടുപോയി. അവന്റെ വീട്ടിൽ പോയപ്പോൾ കയറ്റിയിട്ടില്ല, ഇറക്കി വിട്ടു. തിരിച്ച് വീട്ടിലാണ് താമസിക്കുന്നത്. അവൻ ഒറ്റപ്പെട്ട് കഴിയുന്നതുകൊണ്ട് അവനൊരു ജോലി വേണമെന്ന് പറഞ്ഞു. എൻ്റെ മകൻ ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ പഠിച്ചതുകൊണ്ട് അവനോട് ജോലിയുടെ കാര്യം ചോദിച്ചപ്പോൾ തിരുവനന്തപുരം ഒരു ഹോട്ടലിലേക്ക് ആ പയ്യന് ഒരു ജോലി അപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് തന്നെയാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് അവന് വിളിച്ചെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ വീട്ടിൽ വന്നിട്ട് അവൻ രാവിലെ എണീറ്റ്, എൻ്റെ മകൻ നമ്മൾ അറിയാതെ വെളുപ്പിനെണീറ്റ് അവനെ വിളിക്കുവാൻ വേണ്ടി പോയി. വിളിക്കാൻ പോകുന്ന വഴിക്ക് ഐരേൽ എന്ന് പറയുന്നത് അറിയില്ല, ഒരു വളവാണ്. പല ആക്സിഡന്റുകൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. അതെന്റെ മോൻ അറിയത്തില്ല ആ സ്ഥലം. അവിടെ വെച്ച് ഒരു ആക്സിഡന്റ് ഉണ്ടായി. അതിനു മുമ്പേ ഈ മകൻ നമ്മുടെ ചർച്ചില് 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് 19 ദിവസം ഉപവസിച്ചു. പിറ്റേ മാസം 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയില് 5 ദിവസം ഉപവസിച്ചു. അപ്പോഴാ ഓഹി ദുരന്തം നടക്കുന്ന സമയം. അപ്പോ ഞാൻ 7ാമത്തെ ദിവസം സഭാ ആരാധനയ്ക്ക് ഇരിക്കുമ്പോ പ്രശാന്ത് എന്ന് പറയുന്നവര് അവന്റെ കൂട്ടുകാരനോട് പറഞ്ഞു, പ്രശാന്ത് ചേട്ടാ, ഇവിടെ കിടന്ന് ഉപ്പുവെള്ളം കുടിച്ച് മരിക്കാതെ എന്റെ കർത്താവ് വന്നിരുന്നുവെങ്കിൽ ഞാൻ അങ്ങ് പോയേനെ എന്ന് പറഞ്ഞു. വെളിപ്പാട് സിനിമ പിടിക്കാൻ വേണ്ടി എഴുതി വെച്ചിരിക്കുന്നത് ഇപ്പോഴും ഞാൻ നോക്കാറില്ല. ഒരു ബാഗിനകത്ത് അവന്റെ എഴുത്തുകുത്തുകളെല്ലാം കൊണ്ടുവിടാം. ഒരു ഷോർട്ട് ഫിലിം അതിനു മുമ്പേ പിടിച്ചിട്ടുണ്ട്. മദ്യപിച്ച് കിടക്കുന്നത് റോഡിൽ പാറയിടുക്കിലെ കിടക്കുന്ന ഷോർട്ട് ഫിലിം ഒക്കെ പിടിച്ചവൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അവൻ ഒരു തികഞ്ഞൊരു വിശ്വാസിയായിരുന്നു. അപ്പൊ അന്ന് ഞായറാഴ്ച ആരാധന ഇടവേളയിൽ ദൈവദാസൻ 7ാം ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ 7ാം ദിവസം സനൽ എന്ന് പറയുന്ന ദൈവദാസൻ ചോദിച്ചു, ഏതാണ്ട് ആ ആലയത്തിനകത്ത് അന്ന് 50 പേരിൽ കൂടുതൽ വരും. ദൈവദാസൻ ചോദിച്ചു, ഇപ്പോൾ കർത്താവ് വന്നാൽ ആരൊക്കെ പോവും? അവരെ ഗണിക്കാൻ പറഞ്ഞു. 50 പേരോളം ഇരിക്കുന്നവര് എന്നെ ഉൾപ്പെടെ ആരും എണീറ്റില്ല. ഇവനാ മുൻപന്തിയിൽ ഇരിക്കുന്നത്, ആരെയും തിരിഞ്ഞു നോക്കിയില്ല. അവൻ എണീറ്റു. തിരിഞ്ഞു നോക്കുന്നു, ആരുമില്ല, അത് മാത്രമേ ഉള്ളൂ. ശരി, പ്രാർത്ഥിച്ചു. ദേവദാസൻ പ്രാർത്ഥിച്ചു. എല്ലാവരും ഇരുന്നു. അന്ന് ആരാധനയൊക്കെ പിരിഞ്ഞു പോയി. പിന്നീട് 3ന്റെ അന്ന് ഞാൻ പറഞ്ഞ ആ വീട്ടിലെ പ്രാർത്ഥനയ്ക്ക് ഞാൻ പ്രസംഗിക്കണമെന്ന്. അങ്ങനെ അവിടുത്തെ ആ വീട്ടിൽ കഴിഞ്ഞു. വീട്ടിൽ വന്നു. പിറ്റേന്ന് രാവിലെയാ അവൻ പോകുന്ന വഴി ആക്സിഡന്റ് ഉണ്ടായി. ഒരു വളവ, എതിര് വണ്ടിയില്ല. വണ്ടി ഷിഫ്റ്റ് ചെയ്ത് ഓടയിൽ ചെന്ന് വിടുന്നു. തലയ്ക്ക് അടിപറ്റി. അതിന്റെ തലേ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോ വഴിയില് ആക്സിഡന്റായി കിടക്കുന്ന ഒരു വ്യക്തിയെ എടുത്ത് കൊണ്ടുവന്ന്, ഒന്നൊന്നുമല്ല, അവൻ ഇട്ടച്ച് പോയിടാറൊക്കെ ഉണ്ടായിരുന്നു. കൊണ്ടുവന്ന് മെഡിക്കൽ കോളേജിലാക്കി അവന്റെ ബ്ലഡും കൊടുത്ത് അവന്റെ ജീവൻ നിലനിർത്തിയിട്ട് വന്ന മകൻ, അവനൊരു ആക്സിഡന്റ് ഉണ്ടായപ്പോ ഒറ്റ മനുഷ്യരില്ല, ആരും എടുക്കാനില്ല. ഇന്നും അങ്ങനെ തന്നെയാണ്. ആക്സിഡന്റ് കൂടുതൽ നടക്കുന്ന പയ്യന്മാരാവുമ്പോ ഇവന്റെ തെറ്റായിരിക്കും എന്ന് കരുതി, ചിലപ്പോൾ തെറ്റുകാരനായിരിക്കാം, ചിലപ്പോൾ തെറ്റുകാരൻ അല്ലായിരിക്കാം, അങ്ങനെയൊക്കെ കരുതി പലരും ഉപേക്ഷിക്കുന്നത് ഇന്നുമുണ്ട്. അങ്ങനെ എൻ്റെ മകനെ അവിടുന്ന് പാറശാല ആശുപത്രി കാണിച്ചിട്ട്, അപ്പൊ എൻ്റെ ചെറിയൊരു ഫോണുണ്ട്, അത് എൻ്റെ ദൈവദാസൻ അന്ന് തലേ ദിവസം പ്രസംഗിക്കുമ്പോൾ എടുത്ത് സൈലന്റ് ആക്കിയിട്ട് അപ്പോൾ ആരും വിളിച്ചതുകൊണ്ട് ഇത് ഞാൻ അറിയുന്നില്ല. എന്നെ പലരും വിളിച്ചിട്ടുണ്ട്, ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ എൻ്റെ വീട്ടിൽ വന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത്. ക്രിസ്തി എവിടെ നട്ടപ്പോ ക്രിസ്തി ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ കണ്ടില്ല, അവൻ ആക്സിഡന്റ്. അപ്പൊ ചെന്ന് കട്ടിത്ത് നോക്കിയപ്പോ ആളില്ല. അങ്ങനെ ഞാന് നെയ്യാറ്റിങ്കര
ചെന്നിട്ട് അവർ ആംബുലൻസിൽ അവിടെ കൊണ്ടുവന്നു. അതിലേക്കകത്തേക്ക് കയറി എന്റെ മകനെ നോക്കുമ്പോൾ അവൻ എന്റെ മുഖത്ത് നോക്കുന്നുണ്ട്. അവൻ എന്തോക്കെ എന്നെ പറയുന്നു. പറയണല്ല, അവന്റെ നോട്ടത്തിൽ നിന്ന് മനസ്സിലായി. ആ മകൻ എനിക്ക് എന്തെങ്കിലും തരണമെങ്കിലും ഞാൻ കൈ നീട്ടി തരത്തില്ല. കൈ ചുരുക്കിയേ എന്റെ മുമ്പ് ചെയ്യാറുള്ളൂ. കൈ ചുരുക്കിയേ തരാറുള്ളൂ. അത്ര ബഹുമാനമായി. അത്രത്തോളം ഞാൻ അടിച്ചിട്ടുണ്ട്, ഉപദ്രവിച്ചിട്ടുണ്ട്. അപ്പനെ പോലെ ആവല്ലേ എന്ന് പറഞ്ഞു. ആംബുലൻസിനകത്ത് കയറിയിരിക്കുമ്പോ എനിക്ക് അവിടെ നോയിക്കൊണ്ടിരിക്കാനേ കഴിയുന്നുള്ളൂ. എന്റെ വായിന്ന് എന്റെ നാവ് പൊങ്ങുന്നില്ല. നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അകത്ത് കയറി എന്നോട് പുറത്തിറക്കാൻ പറഞ്ഞു. അടുത്ത് തിരിച്ചറിഞ്ഞു എന്ന് പറയുന്നു, മരിച്ചുപോയി എന്ന് പറഞ്ഞു. എന്റെ ഇളയ മോൻ മംഗലാപുരത്തുനിന്ന്, ഇവിടുത്തെ കഴക്കൂട്ട മംഗലാപുരമാണ്, അവിടുന്ന് എന്റെ മോൻ വന്നു. അവനെ കണ്ടപ്പോ ഞാനങ്ങ് ഇളകിപ്പോയി. എന്നെയും കെട്ടിപ്പിടിച്ച് ആ മെഡിക്കൽ കോളേജിലെ തറയിൽ കിടന്ന് ഉരുണ്ടത് എനിക്കറിയാം, എന്റെ മകനറിയാം, എന്റെ ദൈവത്തിനറിയാം. അനേകര് കാഴ്ചക്കാരായി നിൽക്കുന്ന ആ ചെളിയിൽ കിടന്ന് ഉരുളുന്നത്. അപ്പോഴും ചിന്തിച്ചു പോയി, ഈ ദൈവത്തിന് കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചിട്ട് കിട്ടിയ മറുപടിയാണ്, പ്രതിഫലമാണോ? ഇല്ല. എന്റെ യേശോപ്പച്ചൻ നമുക്ക് കഴിയുന്നതിനപ്പുറം ഒരു ഭാരവും ഒരു പ്രയാസവും നമുക്ക് തരില്ല. നമ്മളെക്കാളും ഒത്തിരി അനുഭവിച്ചതാ എന്റെ യേശു. ചിന്തിപ്പിക്കാറുണ്ട്, എന്റെ യേശോപ്പച്ചൻ നമ്മളാരെയും മുഖത്ത് തുപ്പിയോ, കന്നത്തടിച്ചോ, നമ്മുടെ ആരെങ്കിലും രോമം പറിച്ചെടുത്തോ? നിങ്ങൾ അപ്പുറം അനുഭവിച്ചതാണ് എന്റെ യേശോപ്പൻ. എനിക്ക് വേണ്ടിയാ, എനിക്ക് വേണ്ടി. എന്നെ ആരും ചെയ്യാതിരിക്കും. അവിടുന്ന് എന്നെ കാറിൽ കയറ്റി എന്റെ വീട്ടിൽ കൊണ്ടുവന്നു. ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, ഇതാണ്. അവള് പറഞ്ഞു, അവൻ ഇഞ്ഞ് കൊണ്ടുവരണ്ട, അങ്ങോട്ട് എവിടെ കൊണ്ട് പോട്ട്, അവൻ എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിച്ചോളാം. ഞാൻ പറഞ്ഞു, ഇപ്പൊ നീ പറയും, നാളെ സമയം നീ എന്നെ കുറ്റം പറയും. അന്ന് വൈകിട്ട് 2-3 മണിയായപ്പോ എന്റെ മോനെയും കൊണ്ട് ഇവിടെ നിന്ന് വരുമ്പോ വണ്ടിയിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോ ഞാൻ കണ്ടു. ഞാൻ എന്റെ ഭാര്യ പറഞ്ഞു, ചന്ദ്രിയേ, നിന്റെ മകൻ വന്നടിയേ, കൊണ്ടുവരണം. അവൾ എണീറ്റ് വന്നൊന്നുമില്ല. അവൾ അവിടെ തന്നെ കിടന്നു. ഇവിടെ കൊണ്ടുവന്നിട്ട് അതിന് 2 ദിവസത്തേക്ക് മുമ്പേ, അല്ല 4-5 ദിവസത്തേക്ക് മുമ്പേ എന്റെ മോനോട് അവൻ പറഞ്ഞു, മക്കളെ, അച്ഛൻ മരിച്ച ഇവിടെ അടക്കം ചെയ്യരുത്. എന്തെന്ന് കേട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ അടക്കം ചെയ്യും നിന്റെ അച്ഛൻ എന്നുള്ള ലെവലില്. നിനക്ക് മക്കളൊക്കെ ജനിക്കുമ്പോ അവര് ചോദിക്കും, യവനെ വേറെ ഒരിടവും കിട്ടിയില്ലേ, പിടിച്ചിടാൻ. അതുകൊണ്ട് മക്കൾ അത് ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞിട്ട് 4-5 ദിവസം ആയില്ല. എനിക്ക് തോന്നുന്നു ഞായറാഴ്ച ആരാധന കഴിഞ്ഞിട്ട് വന്നപ്പോ ഞാൻ പറഞ്ഞ വിഷയമേ. പറഞ്ഞ എന്റെ 3-ന്റെ അന്ന് ഞാൻ അവന്റെ ടാർപ്പ് കെട്ടാൻ ഗതി വന്നു. അങ്ങനെ ഇവിടെ കൊണ്ടുവന്നു, പ്രാർത്ഥനയെ കഴിഞ്ഞു. ഞാൻ അവനെ ഇവിടെ കുഴിച്ചിടുവാൻ ഞാൻ സമ്മതിച്ചില്ല. തിരുവനന്തപുരം മലമുകളില്, വട്ടിയൂർക്കാവ് മലമുകൾ എന്ന് പറയുന്ന സ്ഥലത്ത് കല്ലറക്കി ഞാനും കൊടുത്തിട്ടുണ്ടായിരുന്നു. ദൈവകൃപയാൽ നല്ല ദൈവദാസന്മാരൊക്കെ എനിക്ക് കൊണ്ട് അന്നൊക്കെ ഉണ്ടായിരുന്നു, എന്നെ സ്നേഹിക്കുന്നവർ. അങ്ങനെ അവരെയൊക്കെ വിളിച്ചു പറഞ്ഞു, ആ മലമുകളില്
ആ കല്ലറയിൽ കൊണ്ടടക്കിയിട്ട് 2017 11 മാസം 29 കുഴിച്ചിട്ട കല്ലറ ഈ നിമിഷം വരെ ഞാൻ പോയി നോക്കിയിട്ടില്ല, പോവുകയില്ല. എന്തുകൊണ്ട്? ദാവീദ് പറഞ്ഞിരിക്കുന്നു. രോഗം വന്ന് മരിച്ചു ദാവീദിന്റെ കുഞ്ഞ്. ദാവീദ് പറഞ്ഞത് ഒരിക്കലും അവനെ അടക്കം ചെയ്ത് വസ്ത്രം മാറി കുളിച്ച് ഭക്ഷണം കഴിച്ചു വന്നിരുന്നു. എന്നിട്ട് പറയുക, ഞാൻ ഒരിക്കലും അവൻ എൻ്റെ അടുക്കിലേക്ക് വരികയില്ല, ഞാൻ അവൻ്റെ അടുക്കിലേക്ക് പോകണം. ആ ഒരു പ്രത്യാശയുള്ളതുകൊണ്ട് അവൻ അവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വിശ്വാസത്തിൽ ഇന്നും ജീവിക്കുന്നു. അങ്ങനെ അടക്കമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ അപ്പന്മാരെ പോലെ ഞാൻ മദ്യത്തിനും മയക്കുമരുന്നിനും ഒന്നിനും ഞാൻ പോയിട്ടില്ല. ഈ കുറവ് തീരാത്ത വീട്ടിന്റെ അടുക്കളയിലെ സ്ലാബിന്റെ സൈഡിൽ ചെന്നിരുന്നിട്ട് ഞാൻ ദൈവത്തോട് ചോദിക്കാൻ തുടങ്ങി. സകല സൃഷ്ടികളുടെയും ദൈവമായ കർത്താവ് മനുഷ്യന്റെ മുമ്പിൽ അഡിക്റ്റ് ആവുമെന്ന് കേട്ടാൽ ഞാൻ പറയും അഡിക്റ്റ് ആവുമെന്ന്. മനുഷ്യന്റെ മുമ്പിൽ താഴും എന്റെ ദൈവം, താഴ്ന്നിറങ്ങി വരും എന്റെ ദൈവം, ഞാൻ വിശ്വസിക്കുന്നു. എന്റെ കർത്താവ് 33.5 തിരുവയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ച് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് എന്റെ അവന്റെ കർത്താവ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പോകുമ്പോ ഒരു മന്ദല മറിയം കല്ലറവാതിക്കിൽ നിന്ന് കരയുന്നത് കണ്ടിട്ട് സ്വർഗാരോഹണത്തിന് മുമ്പേ, നീ എന്തിന് കരയുന്നു, നീ ആരെ തിരയുന്നു, നീ എന്തിന് കരയുന്നു എന്നുള്ള ചോദ്യോത്തരങ്ങളുമായി ഒരു സാധാ സ്ത്രീയുടെ മുമ്പിലേക്ക് ഇറങ്ങി വന്ന ദൈവം. ഇന്ന് നമ്മൾ നോക്കണം, അനേക മന്ത്രിമാരൊക്കെ ഉണ്ട്, എംഎൽഎമാരുണ്ട്. അവരൊക്കെ ജയിച്ച് സത്യപ്രതിജ്ഞയ്ക്ക് പോകുന്നതിന് മുമ്പ് വീട്ടിൽ അമ്മ മരിച്ചോ സഹോദരൻ മരിച്ചോ ആര് മരിച്ചു കിടന്നാലും ആദ്യം പറഞ്ഞ സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ട് വരുന്നു, എന്നിട്ട് അവനെ കുഴിച്ചിടാം. എന്റെ അപ്പൻ സ്വർഗാരോഹണത്തിലെ പിതാവായ ദൈവത്തിന്റെ അടുക്കിലേക്ക് കയറി പോകുന്നതിന് മുമ്പേ താഴ്ന്ന ഭൂമിയിലേക്ക് വീണ്ടും ഇറങ്ങി വന്ന് അരിയുന്നവർക്ക് മറുപടി കൊടുത്ത എന്റെ ദൈവത്തിന്റെ പാദപീഠത്തില് എന്റെ മകനെ കുഴിച്ചിട്ടിട്ട് വന്നിരുന്നിട്ട് ഞാൻ മുട്ടുമടക്കി, കർത്താവേ, ഞാൻ കഴിഞ്ഞ ദിവസവും ഞാൻ നിന്നെ പ്രസംഗിച്ചതാ. അവൻ എന്റെ പ്രാർത്ഥനയും എന്റെ പാട്ടും കേട്ടു എന്നൊരു അമ്മച്ചി എന്റെ ചെവിയിൽ പറഞ്ഞതാ. ഇപ്പോൾ അവൻ മരിച്ചു, ശരിയാ. എനിക്ക് അറിയേണ്ടത് എന്റെ മകൻ, നീ എനിക്ക് തന്ന എന്റെ മകൻ അപ്പന്റെ കരത്തിലാണോ പിശാചിന്റെ കരത്തിലാണോ, ഇതെനിക്കറിഞ്ഞാൽ മതി. എന്റെ കണ്ണുനീര് അപ്പോഴൊഴുകുന്നത് രക്തത്തുള്ളികൾ പോലെയാ, രക്തത്തുള്ളിയല്ല, പോലെയാ. എന്റെ കർത്താവിന് ഇരുപ്പുറയ്ക്കുവോ? ചേറ്റി കിടന്നവൻ, എല്ലാം തകർന്നവൻ, ഇടം കൈയും വലം കൈയും തിരിച്ചറിഞ്ഞുകൂടാത്ത എന്നെ കഴുകി ശുദ്ധീകരിച്ച് ക്രിസ്തുവാമെന്ന പാറമേ നിർത്തിയവൻ എനിക്ക് മറുപടി തരാതിരിക്കാൻ പറ്റുമോ? എന്റെ അപ്പന് പറ്റില്ല. എന്റെ മുമ്പില് അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ വചനം ഒരു ഡയമണ്ട്, എല്ലാവർക്കും അറിയാലോ ഡയമണ്ട്. ഇതിനകത്ത് ഒരു ഡയമണ്ട് ആയിട്ട് ആകൃതി വന്നിട്ട് അതിനകത്ത് സൂര്യ ഉദിക്കുന്നതും വെളിച്ചവും വെള്ള മേഘവുമായിട്ട് എൻ്റെ ഇത് നേരെ വന്ന് എൻ്റെ മുഖത്തടിച്ചു. അടിച്ചിട്ട് അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ വചനമല്ലേ, അത് കടഞ്ഞു ചെന്ന് കാര്യം സാധിപ്പിച്ച് അത് വേഗത്തിൽ മടങ്ങി വരുമെന്നല്ലേ നമ്മുടെ വചനം പഠിപ്പിക്കുന്നേ. അത് വന്നതിനും അപ്പുറമായിട്ട് മടങ്ങി പോകുന്നതായി കണ്ടു.
ഈ ഒരു അങ്ങനെ ഒരു സംഭവം എൻ്റെ മുഖത്തേക്ക് അടിച്ചതുകൊണ്ട് ഞാന് എരിയുന്ന ചുള്ളയിൽ ഫയർഫോഴ്സുകാർ വെള്ളം കൊണ്ടൊഴിച്ച് അണയ്ക്കുന്നത് പോലെ എന്റെ ഉള്ളം നടന്നു. ഞാൻ ശാന്തമായി. കണ്ണുനീരിന്റെ ഒഴുക്ക് നിന്നു. ഞാന് അടുത്തൊരു സ്ഥലത്തേക്ക് ഞാൻ ചെന്ന് കിടന്നു പറഞ്ഞു. പിറ്റേന്നായപ്പോ ജോജി പി വെന്നി എന്ന് പറയുന്ന ഒരു ദൈവദാസൻ പത്തനാപുരത്തുള്ള അദ്ദേഹം ഈ വാർത്ത അറിഞ്ഞ് എൻ്റെ അടുക്കിലേക്ക് വന്ന് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ ഈ കണ്ട കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം എല്ലാം കേട്ടിരുന്നിട്ട് ലാസ്റ്റില് ഇറങ്ങി പോവാണ്ട സമയമായപ്പോൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ആമയും പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, വേറെ നിങ്ങൾ കണ്ട കാഴ്ച ഡയമണ്ട്, ആ ഡയമണ്ട് നിങ്ങൾ കണ്ട ആ മേഘവെള്ളവും സൂര്യൻ ഉദിച്ചു വരുന്ന വെള്ളവും ഇതെല്ലാം കണ്ടതിൻ്റെത്. ഈ ഡയമണ്ട് കാണിച്ചു തന്നത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിനകത്ത് നിങ്ങളുടെ മകൻ ഉണ്ട് എന്നുള്ള തെളിവാണെന്ന് പറഞ്ഞപ്പോ ഞാൻ സന്തോഷിച്ചു. പിന്നെ ഈ കർത്താവിനെ വിട്ടിട്ട് എനിക്ക് എവിടെ പോകാൻ കഴിയും? വെള്ളവും പോകാൻ കഴിയില്ല. ഈ പാതാളത്തിൽ പോയി കിടക്ക വിരിച്ചാലും എൻ്റെ യേശുവച്ചന്റെ കരം, ഈ സമുദ്രത്തിന്റെ അടിയിൽ പോയാലും അവിടെ എൻ്റെ കർത്താവിന്റെ കരമുണ്ട്. എൻ്റെ അപ്പനെ വിട്ട് ആർക്കും ഈ ലോകത്തുനിന്ന് ഒരിടവും വിട്ട് വിരിവാൻ കഴിയയില്ല, ഒളിച്ചോടുവാൻ കഴിയയില്ല. അവന്റെ കണ്ണൂരാടി സഞ്ചരിച്ചു കൊണ്ട് തന്നെ ഇരിക്കുന്നു സകലവരെയും. അങ്ങനെ അത് കേട്ടപ്പോൾ വലിയ സന്തോഷമൊക്കെ ആയി. കുറച്ച് ദിവസമൊക്കെ മൗനമായിരുന്നു. വീണ്ടും ചർച്ചിലേക്ക് പോകാൻ തുടങ്ങി, ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെ ദേശത്ത് ഞാൻ പറയാൻ ഒത്തിരി കാര്യമുണ്ട്, തുടക്കത്തിലെ പറഞ്ഞായിരുന്നു. അങ്ങനെ ദേശത്ത് പാർത്തു വരികയാണ് ഇപ്പോഴ്. അങ്ങനെ ഞാനൊരു ടീമിന്റെ കൂടെ പരസ്യത്തിനൊക്കെ പോകുമായിരുന്നു. അപ്പൊ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവെ എനിക്ക് നിന്റെ വേല ചെയ്യാം, എനിക്ക് ഒരുമിച്ച് തുടങ്ങണമെന്നുള്ള ആഗ്രഹത്തോടൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. ദൈവം എനിക്കത് അതിനുള്ള അവസരങ്ങളൊക്കെ തന്നു, എനിക്കതിനുള്ള ദർശനങ്ങൾ തന്നു. അങ്ങനെ ഈ 2026 ഞാനൊരു മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്തു. സുവിശേഷ യാത്ര മിനിസ്ട്രി എന്ന് പറയുന്ന ഒരു മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്തു. അത് ഉദ്ഘാടനത്തിനായി അത് വന്ന് പ്രസംഗിക്കുവാനൊക്കെ തമിഴ്നാട് സ്റ്റേറ്റ് പ്രസിഡന്റ് കിൻസിലി ചെല്ലൻ എന്ന് പറഞ്ഞ IPC സെന്ററിന്റെ മാസ്റ്റർ, അദ്ദേഹം ഇലക്ഷനൊക്കെ എതിരില്ലാതെ അദ്ദേഹം ജയിച്ച് ഇറങ്ങി വരുമ്പോ ഞാൻ ചെന്ന് പറഞ്ഞു, പക്ഷേ എന്റെ മിനിസ്ട്രിക്ക് ഒന്ന് പ്രസംഗിക്കും. ഉദ്ഘാടനം ഞാനായിരിക്കുന്ന സഭയിലെ സാബുലാൽ എന്ന് പറയുന്ന അദ്ദേഹം പ്രസംഗിക്കുവാൻ അദ്ദേഹത്തെ ഞാൻ വിളിച്ചു. ഒരു എതിരും പറയാതെ വരാമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, മാഷ് മട്ടും പോരാ, വൈഫിനെ കൂടെ കൊണ്ടുവരാൻ. അപ്പൊ ആ സിസ്റ്റം അടുത്ത് നിൽക്കുക, സിസ്റ്ററെ വരണം എന്ന് പറഞ്ഞപ്പോ അവര് കുടുംബമായിട്ട് വന്ന് അടിയന് തന്ന ദൈവം തന്ന ഈ മിനിസ്ട്രിയെ അവർ വന്ന് അനുഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. ഈ മിനിസ്ട്രി 125 പേരിലധികം കേരളത്തിന്റെ 14 ജില്ലയിൽ നിന്ന് ഈ മിനിസ്ട്രിയോട് ചേർന്ന് നിൽക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരും വന്ന് പ്രസംഗിക്കാനൊക്കെ വരുന്നുണ്ട്. ആന്ധ്രയില് 2 സ്ഥലത്ത് എനിക്ക് മീറ്റിംഗ് ആയി കിടക്കുന്നു, പോകാൻ പറ്റുന്നില്ല. കേരളത്തിൽ 7-8 ജില്ലകളിൽ എന്നെ വിളിച്ചിട്ടുണ്ട്, മിനിസ്ട്രിയായിട്ട് ചെല്ലണോ, പോവാൻ പറ്റുന്നില്ല. ഞാനിപ്പോ എൻ്റെ ദേശത്ത് ഞാൻ പാർത്തു വരുന്ന, ഞാനും മോശമായി ജീവിച്ച
ആർക്കും വേണ്ടാതെ ഇടം കൈയും വലം കൈയും തിരിച്ചറിഞ്ഞുകൂടാത്ത ആയിരുന്ന എന്റെ ദേശത്ത് ഞാൻ ഓട്ടോറിക്ഷയില് മൈക്ക് സെറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ച് കൺവെൻഷൻ ചെയ്യാറുണ്ട്. ഞാൻ അധ്വാനിച്ച് മേടിച്ചതാ. ആരും ഒന്നും സഹായിച്ചിട്ടില്ല. എന്നല്ല എന്റെ സഹോദരി 2000 രൂപ തന്നു ബൾബ് വാങ്ങിക്കാൻ. ഒരു പാസ്റ്റർ എനിക്ക് ഒരു മൈക്കും അതിന്റെ കേബിളും തന്നു. വേറൊരു പാസ്റ്റർ ഒരു കശാര വാങ്ങിച്ചു തന്നു. സ്റ്റൂള് ഈ മിക്സറൊക്കെ വെക്കാൻ വേണ്ടി അതൊക്കെ മേടിച്ചു തന്നു. ബാക്കിയെല്ലാം ഞാൻ അധ്വാനിച്ചുണ്ടാക്കി. ഒരു ജനറേറ്റർ മേടിച്ചു, ഒരു കീബോർഡ് മേടിച്ചു, 2 ബോക്സ് മേടിച്ചു, മിക്സർ മേടിച്ചു, 1000ന്റെ ആംപ്ലിഫയർ മേടിച്ചു, എല്ലാ സാധനങ്ങളും മേടിച്ചു. എനിക്ക് ദൂരോട്ട് പോവാൻ പറയണമെന്ന് താല്പര്യമില്ല, എങ്കിലും എന്റെ ഹൃദയത്തിലുള്ള ആഗ്രഹം ഞാൻ പറയുന്നു. എനിക്ക് ദൂരോട്ട് പോവാൻ ഒരു വാഹനം ആവശ്യം. 1 മാസത്തെ വ്യത്യാസത്തില ഞാൻ വെച്ച ഭവനത്തിന്റെ പ്രതിഷ്ഠയും എന്റെ മകന്റെ കല്യാണവും. അതിലിച്ചിരി കടവായി പോയി. അതുകൊണ്ട് എന്റെ കയ്യിൽ ഇപ്പൊ കാശില്ല. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം എനിക്ക് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഒരു വാഹനത്തിന് വേണ്ടി ഈ കേൾക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാർ, കേൾക്കുന്നവര് ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ താഴ്മയോടെ നിങ്ങൾ അപേക്ഷിക്കുകയാണ്. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കാം, നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. കാനാവിലെ വീട്ടിലെ കല്യാണത്തിന് ദൈവത്തിന്റെ ആദ്യത്തെ അത്ഭുതമാണ്. എല്ലാവരും പ്രസംഗിക്കാറുണ്ട്. അതിൽ നിന്ന് ഒരു വാക്ക് ഞാൻ എടുത്ത് പറയാം. വീഞ്ഞ് തീർന്നു പോയി എന്ന് അമ്മയായ മറിയ യേശുവിനോട് ചോദിക്കുമ്പോൾ യേശു പറയുന്നു, എന്റെ നാഴിക സ്ത്രീയെ എനിക്ക് നൽകരുത്, എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. നാഴിക വന്ന ഉടൻ തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞു, കൽപാത്രങ്ങളിൽ കോരി നിറപ്പി എന്ന് പറഞ്ഞു. അതല്ല എന്റെ വിഷയം പറഞ്ഞു വരുന്നത്. അവിടെ കിടന്ന 6 കൽപാത്രങ്ങൾ ശിഷ്യന്മാർ കഴുകി ശുദ്ധീകരിച്ച് ആഴത്തിൽ കിടന്ന വെള്ളം കപ്പയും കയറും കൊണ്ട് ആഴത്തിൽ കിടന്ന വെള്ളം കോരി ഈ കൽപാത്രങ്ങളിലേക്ക് നിറച്ചു വെച്ചു. എവിടെയാ കിടന്നത്? ആ വെള്ളം എവിടെയാ കിടന്നത്? അനേക താഴ്ചയിലല്ലേ, വീഴ്ചയിലല്ലേ, ഒരു സമാധാനമില്ല, സന്തോഷമില്ലാതെ അനേക കുടുംബങ്ങൾ, വ്യക്തികൾ കിടക്കുന്നു. ഈ വെള്ളം എവിടെയാ കിടന്നത്? താഴ്ചയിൽ കിടന്നതാണ്. ഒരു പ്രതീക്ഷയില്ല, ഒരു മണമില്ല, ഒരു ഗുണമില്ല, ഒരു രുചിയില്ല, ഒന്നുമില്ലാത്തത്. ഞാനും അതാ, ഒന്നിനും കൊള്ളാത്തവനായിരുന്നു. ആ വെള്ളം ശിഷ്യന്മാരെ പറഞ്ഞു കേട്ടനുസരിച്ച് കോരി വക്കോളം നിറച്ചു വെച്ച വെള്ളം, സകല സൃഷ്ടികളുടെയും ഉടയവനായ ഞങ്ങളുടെ ദൈവം, ഒന്നിന്റെ അല്ല, സകല സൃഷ്ടികളുടെ, അത് വെള്ളമാകട്ടെ, ഭൂമിയാകട്ടെ, ഏതുമാകട്ടെ, ഇറമ്പാവട്ടെ, ആനയാവട്ടെ, ആ വെള്ളം ശിഷ്യന്മാർ കോരി വക്കോളം നിറച്ചു വെച്ചപ്പോ വെള്ളം ചോദിക്കാൻ തുടങ്ങി. സകല സൃഷ്ടികളായ ദൈവത്തിനോട് ചോദിക്കാൻ തുടങ്ങി, താഴെ കിടന്ന ഞാൻ എന്തിനാ ഇവിടെ വന്നത്? എന്തിനാ ഞാൻ ഇവിടെ വന്നത്? വെള്ളം ചോദിക്കാൻ തുടങ്ങി, കർത്താവേ, നിനക്ക് എന്നെ കൊണ്ട് എന്താ ആവശ്യം എന്ന് വെള്ളം ചോദിക്കാൻ തുടങ്ങി. ചോദിച്ചിട്ട് വെള്ളം ഒന്ന് തിരിഞ്ഞു കൊടുത്തു. ഒന്നിനും കൊള്ളാത്ത വെള്ളം ഒന്ന് താഴ്ന്നു കൊടുത്ത്, ഒന്ന് തിരിഞ്ഞു കൊടുത്ത്, ഒന്ന് ചുവപ്പായി കൊടുത്തു. ആ ദേശത്തിലെ നിന്ദയെ മാറ്റി, ആ കുടുംബത്തിലെ നിന്ദയെ മാറ്റി. ആർക്കും അതുവരെയും കിട്ടാത്തൊരു വീഞ്ഞായി, പച്ചവെള്ളം വീഞ്ഞായി തീർന്നു, ഒരു ചുവപ്പായി കൊടുത്തതുപോലെ. നമുക്കൊന്ന് ചിന്തിച്ചുകൂടെ സഹോദര, സഹോദരി? അല്പകാലത്തേക്ക് ഈ ഭൂമിയിലേക്ക് ഞങ്ങൾ ജീവിക്കാൻ വന്നത് എന്തിനാണ്? രാവിലെ ഒരു പൂ പൂക്കുന്നു, വൈകിട്ടാകുമ്പോൾ അത് വാടിപ്പോകുന്നു. ഇത്രയല്ലേ ഉള്ളൂ ഒരു മനുഷ്യന്റെ ആയുസ്? 70, ഏറിയാൽ 80. കൂട്ടിയിട്ടുണ്ടോ സഹോദരി, സഹോദര? എത്ര ദിവസമെന്ന്?
80 വയസ്സ് വരെ നിങ്ങൾ ജീവിച്ചിരുന്നാൽ എത്ര ദിവസമെന്ന്? 29,200 ദിവസം ജീവിക്കുവാൻ സഹോദര സഹോദരി എത്ര ലക്ഷം വേണം? എത്ര കോടി വേണം? മനതിരിക്ക് മടങ്ങി വാ. താൽക്കാലികമുള്ള ജീവിതമായി ഭൂമിയിൽ നമുക്ക് വേണ്ടി എന്റെ കർത്താവ് ഒരു ഭവനം ഒരുക്കാൻ പോയിട്ടുണ്ട്. അവൻ ഭവനം ഒരുക്കിയാൽ വരും. നാം ഇരിക്കുന്നിടത്ത് നിങ്ങളെ ചേർത്ത് കൊള്ളാമെന്ന് പറഞ്ഞവൻ അവൻ വരും, നിശ്ചയമായി വരും. വാതിക്കൽ എത്തി നിൽക്കുക, വാതിക്കൽ നിൽക്കുക. സഹോദരി സഹോദരൻ, നിങ്ങൾ ഇപ്പൊ ആയിരിക്കുന്നിടത്ത് നിങ്ങളുടെ വാതിക്കൽ എന്റെ യേശു നിൽക്കുക. ആ യേശുവിനെ സ്വീകരിക്കാമോ? ഞാൻ അറിഞ്ഞ സമാധാനം, ഞാൻ അറിഞ്ഞ സന്തോഷം, എനിക്ക് നഷ്ടപ്പെട്ട് മടക്കി തന്ന ദൈവം, ദേശത്തെ എന്നെ മാന്യനാക്കി, ഇന്നെന്റെ ദേശത്ത് എന്നെ തള്ളി പറഞ്ഞവർ എന്നെ കാണുമ്പോ എണീറ്റ് ഞാൻ നെഞ്ചത്ത് കൈവയ്ക്കാറുണ്ട്, സ്തോത്രം പറയാറുണ്ട്. മാന്യത ലോകം തരുന്നതല്ല മാന്യത, എന്റെ ദൈവം നമുക്ക് തരുന്നതാ മാന്യത. ആ മാന്യതയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുക, ആ ക്രിസ്തുവിലേക്ക് നിങ്ങളെ ക്ഷണിക്കുക. അവൻ നമ്മെ വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്ന ദൈവമല്ല. കർത്താവ് രാജാതി രാജാവുമായി അവൻ ഒരിക്കൽ ഭൂമിയിലേക്ക് വന്നു. നീതിമാന്മാരെ അല്ല തേടി വന്നത്, ഞാൻ പാപികളെയാണ് തേടി വന്നത്. ഇനി അവൻ വരാൻ പോകുന്നത് പാപികളെ തേടിയല്ല വരുന്നത്, നീതിമാന്മാരെ തേടിയാണ്. അവൻ ചേർത്ത് കൊള്ളുവാൻ, ഓർത്തുകൊള്ളണം. നമ്മളെല്ലാവരും സഹായിക്കട്ടെ. ദൈവം ഞങ്ങളെ മാനിക്കട്ടെ. നാം അറിഞ്ഞ സത്യം ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞില്ല എങ്കിൽ ഞാൻ തന്നെ രക്ഷിക്കപ്പെട്ടോ എന്ന് ഞാൻ തിരിഞ്ഞു നോക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ ടിവിയോട്, ഈ ഭോഗത്തിനോട് എനിക്കൊരു അവസരം തന്ന ദൈവദാസനോട് ഒക്കെ എന്റെ ഹൃദയം നിറഞ്ഞ് നന്ദി ഞാൻ പറയുന്നു. എന്റെ മനുഷ്യ ഓർത്ത് പ്രാർത്ഥിക്കുക. നിലനിൽപ്പിന് വേണ്ടി, നിലനിൽപ്പ് ഞാൻ തന്നെ നോക്കും. അത് ഞാനും ദൈവമായിട്ടുള്ളത്. മിനിസ്റ്റയ്ക്ക് വേണ്ടി യഹൂദയിൽ നമ്മുടെ ഭൂമിയുടെ അറ്റത്തോളം അവന്റെ സാക്ഷിയാക്കി തീരണമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് ഇനി അടങ്ങിയിരിക്കുവാൻ കഴിയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി മുമ്പോട്ട് പോയാൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അത് കേൾവിക്കാർക്ക് തന്നെ അതൊരു ക്ഷീണമായി തീരുമെന്ന് എനിക്ക് തോന്നുന്നു. ദൈവം നമ്മെ ഓരോരുത്തർ അനുഗ്രഹിക്കട്ടെ. നമുക്ക് 2 വാക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അങ്ങേ സ്തുതിക്കുന്ന, അങ്ങേ വാഴ്ത്തുന്ന സ്തോത്രം ചെയ്യുന്നു. നല്ലവനും വല്ലവനും വിശ്വസനുമായ ഞങ്ങളുടെ സ്വർഗസ്നായ സ്വർഗീയ ഞങ്ങളുടെ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, പരിശുദ്ധാത്മാവേ, അടിയനാവോട് ഇവിടുന്ന് സംസാരിച്ച ഈ സാക്ഷ്യവും തിരുവചനങ്ങളും അനേകർക്ക് കർത്താവെ അത് ഉപകാരമായി തീരുവാൻ, അനുഗ്രഹമായി തീരുവാൻ, കർത്താവ് പാപികൾ മനസ്സാന്തരപ്പെടുവാൻ, കർത്താവെ തിരുവചനങ്ങൾ കർത്താവെ ഓരോരുത്തർക്കും ചെറുതും വലുതുമായിരിക്കുന്ന സകല പേർക്കും അണ്ണാക്കിനൊരു മധുരമാക്കി എന്റെ യേശു അപ്പച്ചൻ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. കർത്താവേ, വേഗം വരണമേ അപ്പ. എല്ലാവരെയും അനുഗ്രഹിച്ച് കാണും. ദൈവകരങ്ങൾ തരുന്നു. പ്രാർത്ഥനയുടെ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ. 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 താങ്ക് യു കർത്താവിന്റെ ദാസൻ പ്രിയ രാധാകൃഷ്ണൻ അവറുകൾ. എന്ത് പറയണം, എങ്ങനെ ദൈവത്തിന് മഹത്വം കൊടുക്കണം എന്ന ഈ സമയത്ത് എനിക്കറിയില്ല. അത്രയേറെ ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കരുതല്, ദൈവത്തിന്റെ പ്രവൃത്തി, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന, ദൈവം ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ കാര്യപരിപാടികൾ ദൈവം വെളിപ്പെടുത്തുന്ന ഒരു സാക്ഷ്യം. തീർച്ചയായിട്ടും ഇത് പ്രിയ രാധാകൃഷ്ണൻ ബ്രദറിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ സംഭവിച്ചു എങ്കിലും ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന, കർത്താവിനെ ഒന്നുകൂടി രുചിച്ചറിയുവാൻ, അടുത്തറിയുവാൻ ഉപകരിക്കുന്ന ഒരു സാക്ഷ്യമാണ് പ്രിയ കർത്താവിന്റെ ദാസൻ ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ പങ്കുവയ്ക്കുവാനിടയായി തീർന്നത്. ദൈവത്തിന്റെ വചനം നാം പഠിക്കുമ്പോൾ സ്വന്തം സഹോദരന്മാര് ജോസഫിനെ പിടിച്ച് പൊട്ടക്കിണറ്റിലിട്ടു, ആ താഴ്ചയുടെ കുഴിയിലിട്ടു. അതിന്റെ പിന്നിലുള്ള കാരണം അവൻ ദൈവിക ദർശനങ്ങൾ കാണുന്നവനായിരുന്നു, അവൻ സ്വപ്നം കാണുന്നവനായിരുന്നു. അത് അറിഞ്ഞ സഹോദരന്മാർ
അവനെ പിടിച്ച് പൊട്ടക്കിണറ്റിലിട്ടു. അതിനുശേഷം അവനെ പൊട്ടക്കിണറ്റിൽ നിന്ന് കയറ്റി അവന്റെ വസ്ത്രം അവര് മാറ്റി അവൻ നഗ്നനായിട്ട് മിസ്രൈമിയ കച്ചവടക്കാർക്ക് അവൻ വിൽക്കപ്പെട്ടു. അവന്റെ വസ്ത്രം അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു മൃഗത്തിന്റെ രക്തത്തിൽ മുക്കി അവന്റെ പിതാവിന്റെ മുൻപിൽ കൊണ്ടുവന്ന് നിന്റെ മകൻ മരിച്ചുപോയി എന്ന് ആ മക്കള് പ്രസ്താവിക്കുകയുണ്ടായി. പക്ഷെ മകൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മകൻ മരിച്ചുപോയി എന്ന് മൂത്ത മക്കള് വന്ന് പറയും. ആ സമയത്ത് നഗ്നനായി ഇതാ ഒരു ബാലകൻ നടന്ന് നടന്ന് മിസ്രൈമിൽ പോകുന്നു. അവൻ അവിടെ ചെന്ന് അവിടെ അവന് ശേഷിച്ച വസ്ത്രവും അവിടെ അവന് നഷ്ടപ്പെടുകയാണ്. അവിടെ നിന്ന് വീണ്ടും അവൻ കാരാഗ്രഹത്തിന്റെ ആ ഒരു കുഴിയുടെ അനുഭവത്തിലേക്ക് പോകുന്നു. പക്ഷേ സ്വന്തം മാതാപിതാക്കന്മാർ അവന്റെ കൂടെ ഇല്ലായിരുന്നു, സഹോദരങ്ങൾ അവന്റെ കൂടെ ഇല്ലായിരുന്നു, ആരും അവന്റെ കൂടെ ഇല്ലായിരുന്നു. പക്ഷെ അവനോ വാഗ്ദത്തം കൊടുത്ത, ദർശനം കൊടുത്ത, വെളിപ്പാട് കൊടുത്ത സ്വർഗത്തിലെ ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവന് മറ്റ് ദോഷമൊന്നും ഭവിക്കാതെ ദൈവം അവനെ സൂക്ഷിച്ചു. ഞാൻ ശ്രദ്ധിച്ചു കേട്ടു, പ്രിയ രാധാകൃഷ്ണൻ ബ്രദറിന്റെ മാതാവ് കേവലം യാതൊരു വിധമായ തെളിവുമില്ലാതെ സഹോദരി എടുത്ത പൈസ നിമിത്തം ആ കുടുക്കയ്ക്കകത്ത് നിന്ന് 23 പൈസ സഹോദരി എടുത്തോണ്ട് പോയി. 2 പൈസ ഉണ്ടായിരുന്നു, അത് രാധാകൃഷ്ണൻ ബ്രദർ എടുത്തു. പക്ഷെ സഹോദരി ആ കാര്യം വെളിപ്പെടുത്താതിരുന്നത് കൊണ്ട് രണ്ടാമതൊരു ചോദ്യം ചോദിക്കാതെ മാതാവ് ആ മകൻ സ്കൂളിൽ നിന്ന് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് മടങ്ങി വന്നപ്പോൾ അടുപ്പിൽ വെച്ച് ചട്ടുകം വെച്ച് പൊള്ളിച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയ ഒരു രംഗം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണു നനയിച്ചു. അവിടെ നിന്ന് ആ അമ്മ ഒന്ന് ചോദിച്ചില്ല, ആ അമ്മ ഒരു വീണ്ടും വിചാരം നടത്തിയില്ല. ആ കുഞ്ഞിനോട് കാട്ടിയ ആ ഭയങ്കര ക്രൂരത ഒരുപാട് മാതാപിതാക്കന്മാർ നമ്മളെ കേൾക്കുന്നുണ്ട്. അതുപോലെ സമാന ജീവിതത്തിലൂടെ കടന്നുപോയ ഒത്തിരി പ്രിയപ്പെട്ടവർ നമ്മളെ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ പഴയ കാലത്ത് സംഭവിച്ച സാധാരണ സംഭവങ്ങളാണ്. പ്രിയ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഇത് പറഞ്ഞെങ്കിലും ഇതുപോലെ അനുഭവങ്ങളിലൂടെ കടന്നുപോയ എത്രയോ പ്രിയപ്പെട്ടവരിന്ന് നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ മറക്കാനാകാത്ത ഓർമ്മകളായി ഇത് ശേഷിക്കുന്നു. ആ അമ്മ യാതൊരു കരുണയും കൂടാതെ, യാതൊരു ദയയും കൂടാതെ അന്ന് ചെയ്ത ആ മഹാക്രൂരത നിമിത്തം പിന്നീട് ഇങ്ങോട്ടുണ്ടായ ആ സംഭവങ്ങൾ എത്ര ഭയാനകമായിരുന്നു. ഞാൻ ആ പറഞ്ഞതുപോലെ ജോസഫിനെ സ്വന്തം സഹോദരന്മാർ വേറൊന്ന് ആലോചിക്കാതെ പൊട്ടക്കിണറ്റിലും മിസ്രൈമിയ കച്ചവടക്കാർക്കും ഒക്കെ വിൽക്കുന്ന അനുഭവം പോലെ പ്രിയ രാധാകൃഷ്ണൻ ബ്രദറിനെ അവര് ആ വീട്ടിൽ നിന്ന് പുറത്താക്കി എന്ന് വേണം പറയാൻ. എന്നാൽ കയറി ചെന്ന വീട്ടിലൊക്കെ മറ്റു നിലവാരത്തിലായിരുന്നു. ആ ഭാഗത്തേക്ക് വിശദാംശത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. സ്തോത്രം. എന്നാൽ വളർന്നു വന്നപ്പോൾ പല നിലകളിലൂടെ പല നിലവാരത്തിലേക്ക് ജീവിതം വലിച്ചിഴക്കപ്പെടുന്ന അനുഭവം പോലീസുകാർക്കും നിയമപാലകർക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും ആർക്കും വഴങ്ങാത്തവനായി, കീഴ്പ്പെടാത്തവനായി, വഴിമാറാത്തവനായി ജീവിതം മുന്നോട്ട് നയിച്ചു. അത് ഭയങ്കരമായ ദോഷകരമായ അനുഭവങ്ങളിലേക്ക് ചെന്ന് അസ്തമിക്കുവാനിടയായി തോന്നും. ജീവിതം വല്ലാതെ പോയപ്പോൾ ദൈവത്തിന്റെ മഹാപദ്ധതി, ദൈവത്തിന്റെ സാന്നിധ്യവും സംരക്ഷണയും മറ്റൊന്ന് ആയിരുന്നു. അത് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ദൈവം അവസരമൊരുക്കി. ജീവിതം അവസാനിപ്പിക്കുവാൻ വേണ്ടിയിട്ട് വിഷം കുടിച്ചിട്ട് ആറ്റിൽ ചാടിയിട്ടും ദൈവം മരണത്തിന് ഏൽപ്പിച്ചില്ല. അപ്പൊ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും, അങ്ങനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ, പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ, നരകത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവത്തിന്റെ പദ്ധതി ഉണ്ടായിരുന്നില്ല. കാരണം ദൈവത്തിന് ഒരുവനെ ആവശ്യമുണ്ടെങ്കിൽ ദൈവം അവനെ ഏതവസ്ഥയിൽ പോയാലും ഏതെല്ലാം നിലകളിൽ പിശാച് തകർത്താലും അവിടെ നിന്ന് ദൈവം തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ ഒരു കാര്യമാണ് പ്രിയ ബ്രദറിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഏറ്റവും ഒടുവിലായി ദൈവം മടക്കി വരുത്തി ഒരു പാട്ടിന്റെ ഈരടികളിലൂടെ അത് ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ വെച്ച് ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിച്ചു.
അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ ഹൃദയത്തിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങി. അന്ന് തുടങ്ങിയതായ ദൈവപ്രവൃത്തി പിന്നീട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ദൈവം അവിടെ നിന്ന് കഴുകി ശുദ്ധീകരിച്ച് എല്ലാ അഴുക്കുകളെയും, എല്ലാ അശുദ്ധികളെയും, എല്ലാ പൈശാചിക ശക്തികളെയും, ദേവാസന ഓർപ്പിച്ചതുപോലെ എല്ലാ ലഗ്യോന്റെ ശക്തികളെ ദൈവം പുറത്താക്കിയപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. ഈ നടന്ന സംഭവങ്ങളുടെയൊക്കെ പിന്നിൽ വ്യാപരിച്ചത് അതെല്ലാം പൈശാചിക പ്രവൃത്തികളായിരുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാവേ, നമ്മുടെ കണ്ണിന് മുൻപിൽ ചുറ്റുപാടുകളിൽ എത്രയോ പ്രിയപ്പെട്ടവർ സമാന ജീവിതാനുഭവങ്ങളോടെ കടന്നു പോകുന്നു. ഈ സംഭവം എന്താണ് നമ്മെ വിളിച്ചറിയിക്കുന്നത്? അതൊക്കെ ചെയ്യുന്നതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി എന്ന് പറയുന്നത് അത് വലിയ ലഗ്യോന്യ ശക്തികളാണ്, പൈശാചിക ശക്തികളാണ്. ഭൂതമാണ് അവരെ ആ നിലകളിലൂടെ ദോഷപ്രവൃത്തികളിലേക്ക് വലിച്ചിഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവവചനത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയത്തുള്ളൂ. ദൈവത്തിന്റെ ഒരു പ്രവൃത്തി ആ വ്യക്തിയിൽ നടന്നെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് വിടുതൽ പ്രാപിക്കാൻ കഴിയുകയുള്ളൂ. അതിന് വ്യക്തമായ ഒരു ഉദാഹരണമാണ് പ്രിയ രാധാകൃഷ്ണൻ ബ്രദർ. തന്റെ ജീവിതത്തില് ദൈവം പ്രവർത്തിച്ചപ്പോൾ താൻ പൂർണ്ണമായി സ്വതന്ത്രനായി. തന്റെ ഭാര്യയ്ക്കും തന്റെ കുഞ്ഞുങ്ങൾക്കും തന്റെ കുടുംബത്തിനും തന്റെ സമൂഹത്തിനും താൻ ജനിച്ചു വളർന്ന ഏത് നിലയിൽ നശിച്ചു പോകാമായിരുന്നോ ആ ദേശത്ത് മടങ്ങി വന്ന് ഇന്ന് കർത്താവിനെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു, കർത്താവിന്റെ സാക്ഷ്യം വഹിക്കുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട അനുഭവം. ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞത് നമ്മൾ കേട്ടല്ലോ. കനാവിലെ കല്യാണ വീട്ടിൽ ആ ആഴത്തിൽ കിടന്നതായ ആ വെള്ളം ഒരു ചെറിയ പാത്രത്തിൽ ഒതുങ്ങി, ഒരു മൺപാത്രത്തിൽ ഒതുങ്ങി. അതിന്റെ നിറത്തിന് മാറ്റം വരുവാൻ വേണ്ടി വിധേയപ്പെട്ടു, അതിന്റെ രുചിക്ക് മാറ്റം വരുവാൻ വേണ്ടി വിധേയപ്പെട്ടു. ചെറിയ ചെറിയ പാത്രങ്ങളിലേക്ക് ഒതുങ്ങുവാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ആ വെള്ളം എവിടെ നിന്ന് എവിടെ എത്തിച്ചേർന്നു? യാതൊരു അംഗീകാരവും ആദരവുമില്ലാതെ കിടന്ന ആ കിണറ്റിലെ ബാക്കി വെള്ളം അവിടെ കിടക്കുകയാണ്. പക്ഷേ ഒന്ന് വിധേയപ്പെടുവാൻ തയ്യാറായ വെള്ളത്തിന്റെ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിച്ചതുപോലെ ഒരു രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ സമൂഹത്തിന്റെ നടുവിൽ നിന്ന് വിധേയപ്പെടുവാൻ തയ്യാറായപ്പോൾ തന്നെ ദൈവം മാനിച്ചു, ആദരിച്ചു, രുചിയുള്ളവനാക്കി, അംഗീകരിക്കപ്പെട്ട ഒരു വ്യക്തിയാക്കി മാറ്റി. ഇന്ന് സമൂഹത്തിനും ദേശത്തിനും അധികാരികൾക്കും നിയമപാലകർക്കും വിധേയപ്പെട്ടുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സുവിശേഷകനായി മാറുവാൻ ദൈവം കൃപ ചെയ്തു. പ്രിയ കർത്താവിന്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒത്തിരി കണ്ണുനീര്, ഒത്തിരി വേദനയുടെ അനുഭവങ്ങൾ, ഒത്തിരി കഷ്ടതയുടെ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോയെങ്കിലും സാരമില്ല. നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ഇതെല്ലാം സഹിച്ച് പങ്കപ്പാടുകൾ വഹിച്ച ആ കർത്താവായ യേശു ക്രിസ്തു കർത്താവ് പറയാൻ, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാനോ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ജയവീരനായ കർത്താവ് നമുക്കുള്ളത് കൊണ്ട് നമുക്ക് ആ കർത്താവിൽ പ്രത്യാശ വെച്ചുകൊണ്ട് മുന്നോട്ടുള്ള ക്രിസ്തീയ ജീവിതം നയിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെ കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ TV ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കാൻ കടന്നു വന്നതിന് കർത്തദാസനോടായ നന്ദി, സ്നേഹം, കടപ്പാടും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രേക്ഷകരെ, നിങ്ങൾക്കും ഈ സാക്ഷ്യം വലിയ അനുഗ്രഹമായി തീർന്നുവെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കൂ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് പങ്കെടുക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം കൂടി ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ആമേൻ. aromamary.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തും. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം.